أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعتصموا بحبل الله جميعا ولا تفرقوا، واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا، وكنتم على شفا حفرة من النار فأنقذكم منها. كذلك يبين الله لكم آياته لعلكم تهتدون. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر، وأولئك هم المفلحون. ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات، وأولئك لهم عذاب عظيم. يوم تبيض وجوه وتسود وجوه، فأما الذين اسودت وجوههم أكفرتم بعد إيمانكم فذوقوا العذاب بما كنتم تكفرون. وأما الذين ابيضت وجوههم ففي رحمة الله هم فيها خالدون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ബലിപെരുന്നാൾ ദിനമാണ്. ഐക്യവും ഭിന്നതയും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമുക്ക് പ്രസംഗിക്കാനുള്ളത്. ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള പശ്ചാത്തലം നേരത്തെ പ്രസംഗത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങൾ മുഴുവനും ഈ ഭൂമിയിൽ ഇരുത്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കാണിച്ചു കൊടുത്തു. ഭൂമിയിലുള്ള എല്ലാ ഭാഗങ്ങളും ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. അങ്ങനെ അല്ലാഹു കാണിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകാശഭൂമികളുടെ ചക്രവാളങ്ങളിലുള്ള മുഴുവൻ വിഷയങ്ങളും ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് കണ്ടു. ഇതൊരു സാധാരണ കാഴ്ചയല്ല.
അസാധാരണമായ കാഴ്ചയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടിട്ടുള്ളത്. ഏതെങ്കിലും മഹാന്മാർ സാധാരണ ആളുകൾ കാണുന്നതിനപ്പുറം കണ്ടാൽ പടച്ചവനായി പോകുന്നുള്ള പേടിയാണ്. പക്ഷെ അള്ളാഹുവിന് അത്ര വലിയ പേടി ഉണ്ടായില്ല. അതുകൊണ്ടങ്ങനെ പടച്ചവനായി പോകുന്നുള്ള പേടി അള്ളാഹുവിന് ഉണ്ടായില്ല. അള്ളാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞു, വകദാലിക നുരീ ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മുഖ്നീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആകാശഭൂമികളുടെ മുഴുവൻ സാമ്രാജ്യങ്ങളും നമ്മൾ കാണിച്ചു കൊടുത്തു. കാരണം അള്ളാഹുവിന്റെ കാഴ്ച പോലെയല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാഴ്ച. അള്ളാഹു കാണുന്നത് സ്വയം കഴിവുകൊണ്ടും സ്വയം കാഴ്ചയും ആണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണുന്നത് അള്ളാഹു കാണിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പൊ വലിയ വ്യത്യാസം വന്നുപോയി. ഒന്ന് സ്വന്തമായുള്ളതാണ്, മറ്റൊന്ന് അള്ളാഹു കൊടുത്തിട്ട് കിട്ടുന്നതാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയേണ്ടതില്ലല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അങ്ങനെയുള്ള മഹത്വങ്ങൾ നമ്മൾ കൊടുത്തു. ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റഅ കൗകബൻ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. രാത്രിയായപ്പോ നക്ഷത്രം ഉദിച്ചുയർന്നത് കാണുന്നു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ ആശയം തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം പറഞ്ഞു, ഹാദാ റബ്ബി, ഇതെന്റെ റബ്ബാണ് എന്ന് നമ്മളൊന്ന് പറഞ്ഞു നോക്കുക. എന്നിട്ട് അത് സ്ഥിരപ്പെടുത്താൻ കഴിയോ, അത് നിലനിൽക്കുമോ ആ വാദം എന്ന് നമുക്കൊന്ന് നോക്കാം എന്ന നിലക്ക് അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹാദാ റബ്ബി എന്ന് അവരെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഫലമ്മാ അഫല, അങ്ങനെ ആ നക്ഷത്രം അസ്തമിച്ചു പോയപ്പോ ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ, ഇങ്ങനെ അസ്തമിച്ചു പോകുന്ന ഒരു സാധനത്തെ റബ്ബായി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അത് അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. ഇത് പരിശുദ്ധ ഖുർആനിൽ നമ്മെ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഇപ്പൊ സുന്നത്ത് ജമാഅത്തുകാരും മുജാഹിദുകളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തർക്കം ഇതാണ്. അതായത് പടച്ചവൻ അസ്തമിക്കുന്ന പടച്ചവനാണോ അസ്തമിക്കാത്ത പടച്ചവനാണോ എന്നുള്ളത്. അതിന്റെ പുത്തൻവാദികളൊക്കെ ഇപ്പൊ പറഞ്ഞു നടക്കുന്നു. ഇവിടെയും പറഞ്ഞതാണ്, എല്ലാ സ്ഥലത്തും പറയുന്നതാണ്, അവരുടെ പുസ്തകത്തിലൊക്കെ ഉള്ളതുമാണ്. അള്ളാഹു രാത്രിയാവുമ്പോ അർശിന്റെ മുകളിലാണ്. നേരത്തെ അള്ളാഹു ആകാശത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അർശിന്റെ മുകളിൽ. ആ ഇരിക്കുന്ന പടച്ചവൻ രാത്രിയാകുമ്പോൾ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങിങ്ങോട്ട് വരും എന്നാണ് ഇപ്പോഴത്തെ വാദം. അതങ്ങനെ ഖുർആനിലുണ്ട് എന്നാണ് ഇപ്പൊ പറയുന്നത്. എന്നാൽ ഈ വാദത്തെ സംബന്ധിച്ച് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുകയാണ്. അള്ളാഹു ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ജഡമാണ്. അവൻ അർശിന്റെ മേലെ നിന്ന് താഴേക്ക് രാത്രിയാകുമ്പോൾ ഇറങ്ങി വരും എന്ന് പറയുന്ന ഈ വാദം തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നേരിട്ടിരുന്ന മുശ്രിക്കുകളുടെയും വാദം. അതായത് നക്ഷത്രം റബ്ബാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന സാധനം, അതുപോലെ അസ്തമിക്കുകയും ഉദിക്കുകയും ചെയ്യുന്ന സാധനം റബ്ബാണ് എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സമർത്ഥിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന ഒരു സാധനം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന ഒരാള്, അതുപോലെ ഒരിക്കൽ ഇങ്ങനെ ഉദിച്ചു കാണുന്നു, കുറച്ച് കഴിയുമ്പോൾ അസ്തമിച്ചു പോകുന്നു, ഇങ്ങനെയുള്ള ഒന്ന് റബ്ബാകാനോ അള്ളാഹു ആകാനോ പര്യാപ്തമല്ല, അത് ഒരിക്കലും തന്നെ അനുയോജ്യമല്ല. അതുകൊണ്ട് പടച്ചവനാണോ ഒരു സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുക എന്നതുണ്ടാവുകയില്ല. നീങ്ങുന്ന സാധനമായോ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സാധനമായോ അള്ളാഹുവിനെ വിശ്വസിക്കാൻ പാടില്ല എന്നതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്ന ഒരു വിഷയമെന്ന് പ്രധാനമായി ഇമാം റാസി ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഹാദിഹിൽ ആയത്തു തദുല്ലു അലാ അന്നഹു തആല ലൈസ ബിജിസ്മിൻ, അല്ലാഹു തആല ഒരു ജഡമല്ല എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു. ഇത് ലൗ കാന ജിസ്മൻ ലകാന ഗായിബൻ അന്നാ അബദ. എന്തുകൊണ്ട് അല്ലാഹു തആല ഒരു ജഡം ആണെങ്കിൽ അല്ലാഹു എപ്പോഴും നമ്മളെ തൊട്ട് അസ്തമിച്ച സാധനമായിട്ടല്ലേ ഉള്ളൂ, നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ ഒരു അസ്തമിച്ച സാധനം എന്നും അസ്തമിച്ച സാധനമായിട്ടാണ് അള്ളാഹുവിനെ സംബന്ധിച്ചപ്പോൾ വിലയിരുത്തേണ്ടത്. ഫകാന ആഫിലൻ അബദൻ, അപ്പൊ എപ്പോഴും അസ്തമിച്ചവനായി അള്ളാഹു. അപ്പൊ അതേതായിരുന്നാലും ഒരു ജഡം അള്ളാഹു ആകാൻ പര്യാപ്തമല്ല. വഅയ്ളൻ, മാത്രവുമല്ല
يمتنع أن يكون تعالى ينزل من العرش إلى السماء تارة ويصعد من السماء إلى العرش أخرى. അള്ളാഹു തആല ഒരിക്കൽ അർശിന്റെ മുകളിൽ നിങ്ങൾ താഴോട്ട് ഇറങ്ങുക, കുറച്ച് കഴിയുമ്പോൾ അള്ളാഹു തആല കയറി അങ്ങോട്ട് പോവുക. ഇങ്ങനെ പറയുന്നതും ഒരിക്കലും ഇങ്ങനെ ഒരാശയവും പറയാനോ വിശ്വസിക്കാനോ പാടില്ല എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു. കാരണം അള്ളാഹു ഇങ്ങോട്ട് വരുന്നു, അവിടെ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ജഡം ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ അള്ളാഹു തആല ഉദിച്ചു എന്നായി, പിന്നെ പഠിച്ചാൽ കയറിപ്പോകുമ്പോൾ അസ്തമിച്ചു എന്നായി. അപ്പൊ അസ്തമിക്കുകയും ഉദിക്കുകയും ചെയ്യുന്ന ഒരു സാധനം റബ്ബാകാൻ പറ്റില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചത് തന്നെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ജഡം അത് അള്ളാഹു ആണെന്ന് വിശ്വസിക്കാൻ ഒരു വകുപ്പും ഇല്ല എന്നത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുകയാണ്. ഈ ആയത്തിന്റെ തഫ്സീർ രേഖപ്പെടുത്തുകയാണ്. എന്നത് പറഞ്ഞു വന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അനുസ്മരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആണ്ട് കഴിക്കുന്ന ഒരു സമയമാണല്ലോ ഇത്. ഇബ്രാഹിം നബിന്റെ ആണ്ട് എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ട് ഇബ്രാഹിം നബിയുടെ പേരിൽ കുട്ടനെയും പോത്തിനെയും ആട്ടിനെയും ഒക്കെ അറുത്ത് വിതരണം ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഒരുമിച്ച് കൂടിയത്. നമ്മുടെ മുജാഹിദീങ്ങളും ചെയ്യുന്നുണ്ടത്, പക്ഷെ അവർക്ക് എന്താ സംഗതി എന്ന് മനസ്സിലായിട്ടില്ല എന്ന് മാത്രം. അവരും പോത്തിനെ അറക്കുന്നുണ്ട്. അറക്കുന്നവർ പോത്താകാൻ പാടില്ലല്ലോ, നമ്മൾ അറക്കപ്പെടുന്ന ജീവിയെ പോത്താകാൻ പാടില്ല. നമ്മൾ ചിന്തിക്കാൻ വളരണം. അപ്പോ ഈ പോത്തിനെ അറക്കുന്നത് എന്തിനാണ്, ഈ ആട്ടിനെ അറക്കുന്നത് എന്തിനാണ്? അത് മുമ്പ് കാലത്ത് കഴിഞ്ഞു പോയ മഹാന്മാരെ അനുസ്മരിക്കാനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അനുസ്മരിച്ചുകൊണ്ടാണ് ഈ പോത്തിനെയും അതുപോലെ കുട്ടനെയും ആട്ടിനെയും അതുപോലെ ഒട്ടകത്തെയും ഒക്കെ അറുക്കുന്നത്, അതിന്റെ മാംസം വിതരണം ചെയ്യുന്നത്. ആ മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ടാണ്. അത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം 4 ദിവസം തുടർച്ചയായി ഇബ്രാഹിം നബിയുടെ ആണ്ടാണ്. ഈ ആണ്ടിനാണ് വാസ്തവത്തിൽ വലിയ പെരുന്നാളും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ ആണ്ടിന്റെ പരിപാടികളാണ്. പക്ഷെ അത് ചിന്തിക്കുന്നവർക്കല്ലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ചിന്താശക്തി ഉണ്ടെങ്കിൽ അത് തന്നെ മുജാഹിദാവില്ലല്ലോ. അപ്പോ മുജാഹിദീങ്ങളായ ആളുകൾ അവരും വാസ്തവത്തിൽ കുട്ടനെ അറക്കുന്നുണ്ട്. ഇത് മുമ്പ് കാലത്ത് കഴിഞ്ഞു പോയൊരു മഹാൻ അനുസ്മരിച്ചുകൊണ്ടാണ് എന്നതിനെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നില്ല. അവരെല്ലാവരോടും പറയാറെന്താണ്, മരിച്ചുപോയ ആളുകളെ അനുസ്മരിച്ചുകൊണ്ട് വല്ലതിനെ അർത്താൽ അത് ശവമാണെന്ന. അപ്പൊ ഉദ്ഹിയത്തിന്റെ മാംസം മുഴുവൻ ശവത്തിന്റെ മാംസമാകണം. കാരണം അത് മങ്കാനും കഴിഞ്ഞു പോയ ആളുകളെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടി കൊല്ലത്തിൽ ഒരു പ്രാവശ്യം അറുക്കുന്ന അറവാണ്. പക്ഷെ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നവർക്ക് അതിൽ പാഠമുണ്ട്, ചിന്തിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ട് കാര്യവുമില്ലല്ലോ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് പോകുന്നു. പറഞ്ഞു വന്നത്, ഇപ്പൊ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള സർവ്വ അമ്പിയാക്കളും ഇവിടെ പഠിപ്പിച്ചത് ഒരൊറ്റ ഒരു ആശയമാണ്. ആ ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹൻ ഇല്ല എന്ന ആശയമാണ്. അത് ആ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്ത് പ്രചരിപ്പിച്ച പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ അവസാനമായി വന്നവരും ഏറ്റവും ശ്രേഷ്ഠരുമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം, അതിനാണ് സുന്നത്ത് എന്ന് നമ്മൾ സാധാരണയായി പറയുന്നത്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയത്തിനാണ്. ആ ആശയം നേരിൽ കണ്ട് മനസ്സിലാക്കിയ ഈ സമുദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ. ആ സഹാബികളെ പോലെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആശയം മനസ്സിലായ വേറെ ഒരു തലമുറയെ നമുക്ക് കാണാൻ സാധ്യമല്ല. ആ സഹാബത്തിൽ നിന്നും നേരിൽ ഈ ഇസ്ലാമിന്റെ വിഷയങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയ താബിഈകളും മുജ്തഹിദുകളുമായ പണ്ഡിതന്മാർ, അങ്ങനെ ഒരു 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാർ, ആ മഹാന്മാരും അവരെ പിന്തുടർന്ന് ഇന്നേ വരെ മുസ്ലിം ലോകം പിന്തുടർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആശയവും ഇതിനാണ് വാസ്തവത്തിൽ ജമാഅത്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആശയവും മുസ്ലിം കൂട്ടായ്മയും എന്നാണ്, മുസ്ലിം ഐക്യവും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽക്ക് ഇന്നേ വരെയുള്ള മുസ്ലിങ്ങളുടെ കൂട്ടായ്മ, മുസ്ലിങ്ങളുടെ ഐക്യം, അതിനാണ് ജമാഅത്ത് എന്ന് പറയുന്നത്, സുന്നത്ത് ജമാഅത്ത്. ഈ ഐക്യം തകർക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു വരുന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കർമ്മങ്ങളെയും ചോദ്യം ചെയ്ത് മുസ്ലിം സമുദായത്തിൽ വിള്ളലുണ്ടാക്കുക എന്നത് ഒരു വിഭാഗം ആളുകൾക്ക് ഒരു ഹോബിയാണ്, അവർക്കത് തമാശയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏത് തമാശക്കും ഭർത്തവനോട് പ്രാർത്ഥിക്കലും അതുപോലെ തന്നെ ഏത് തമാശക്കും എന്തും പറയലും, അവർക്ക് അതിൽ കവിഞ്ഞ് മതപരമായ രംഗത്തൊരു വിശ്വാസം അവരാർജിക്കുന്നില്ല. ഈ കക്ഷികൾ ഉണ്ടാക്കുന്ന ഭിന്നതകളെ സംബന്ധിച്ചും ആ ഭിന്നത കൊണ്ട് നമ്മുടെ സമുദായത്തിനുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ചും വിശദീകരിക്കുകയാണ് ഇന്നത്തെ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിൽ പ്രധാനമായി ഇവിടെ നാം ഒരു 7 ദിവസത്തെ പരിപാടി നാം ഇവിടെ സംഘടിപ്പിച്ചിരുന്നു.
ആ സപ്തദിന പ്രഭാഷണത്തിൽ നാം ഒരു ഹദീസാണ് 7 ദിവസവും സംസാരിച്ചത്. അത് കേട്ട ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രദേശത്തും പരിസരങ്ങളിലുമൊക്കെ ഉണ്ട്. നമ്മൾ വളരെ മാനമായി കിതാബുകളുടെ ഉദ്ധരണികളും പരിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ ഉദ്ധരിച്ച് മാനമായി ഒരു 8 ദിവസത്തോളം നമ്മുടെ പരിപാടികൾ ഇവിടെ നടന്നു. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഒരു വളരെ കൂടുതൽ പ്രാവശ്യം ചൊല്ലി പടച്ചവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞുപോയി. അതിനുശേഷം പിന്നീട് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഒരു ഇസ്ലാഹി പ്രഭാഷണം എന്ന പേരിൽ ഒരു പ്രഭാഷണമാണ്. ഈ ഇസ്ലാഹി എന്ന പേര് ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേരാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ അല്ലാഹു തആല 3 വിഭാഗം ജനങ്ങളെ സംബന്ധിച്ചാണ് പരാമർശിക്കുന്നത്. അതിലൊന്ന് മൂമിനീങ്ങളാണ്. മൂമിനീങ്ങൾ അല്ലാഹു തആല പഠിപ്പിച്ചതും മറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. രണ്ടാമത്തത് ഇന്നല്ലദീന കഫറു എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹലിനെ പോലുള്ള അവിശ്വാസികളെ സംബന്ധിച്ചാണ് പറയുന്നത്. മൂന്നാമത്തെ ഒരു കക്ഷിയുണ്ടെന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നു, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. ഞങ്ങൾ വിശ്വസിച്ചവരാണ് എന്ന് നാവ് കൊണ്ട് പറയും, പക്ഷേ അവർ വിശ്വസിച്ചവർ അല്ല. അങ്ങനെയുള്ള ഒരു കക്ഷി, ഒരു മൂന്നാം കക്ഷിയും ഉണ്ട്. അവർ അവിശ്വാസി എന്ന് പറഞ്ഞ് അബൂജഹലിന്റെ പട്ടികയിൽ പെടുത്താൻ പറ്റുന്നില്ല, മൂമിനീങ്ങളുടെയും മുത്തഖീങ്ങളുടെ പട്ടികയിൽ അതും പെടുത്താൻ പറ്റുന്നില്ല. ഇത് രണ്ടുമല്ലാത്ത ഒരു മൂന്നാം കക്ഷി ഉണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. അവരുടെ മനസ്സിൽ വിശ്വാസം ഇല്ല. അവരുടെ സ്വഭാവം എന്താണ്? യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. അവർ അള്ളാഹുവിനെയും സത്യവിശ്വാസികളെയും ചതിച്ചു കളയാമെന്ന നിലക്കാണ് അവരുടെ പ്രവർത്തനം. വാസ്തവത്തിൽ അവരവരുടെ ശരീരത്തെ തന്നെയാണ് അവർ ചതിക്കുന്നത്. അവർക്കുള്ള പ്രശ്നം എന്താണ്? ഫീ ഖുലൂബിഹിം മറളുൻ. അവരുടെ ഹൃദയത്തിൽ ചില രോഗങ്ങളുണ്ട്. മാനസിക രോഗികളാണെന്നാണ് നേരർത്ഥം. അത് ഹൃദയത്തിൽ ചില രോഗങ്ങളുണ്ട്. ഔലിയാക്കളെ കണ്ടുകൂടാ, അമ്പിയാക്കളെ ബഹുമാനിച്ചുകൂടാ, അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചുകൂടാ, അള്ളാഹ് അംഗീകരിച്ചതിനെ അംഗീകരിച്ചുകൂടാ, മുഅ്മിനീങ്ങളുടെ ഐക്യം, മുസ്ലിമുകളുടെ ഐക്യം നിലനിർത്തിക്കൂടാ. ഇങ്ങനെ തുടങ്ങി ചില രോഗങ്ങളാണ്. ഈ രോഗമുള്ള കക്ഷികൾ ഫസാദഹുമുല്ലാഹു മറള, അവരുടെ രോഗം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അങ്ങനെ മനസ്സിൽ രോഗമുള്ള ഒരു കക്ഷികളുണ്ട്. വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ. അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്, വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ട്. ബിമാ കാനൂ യക്ദിബൂൻ. കാര്യം അവർ കളവ് പറയുന്നത് കൊണ്ടാണ്. കളവേ പറയുള്ളൂ. അതവരുടെ സ്വഭാവമാണ്. ഇൻഷാ അല്ലാഹ് എന്റെ പ്രസംഗത്തിൽ ഞാൻ ഓരോന്നോരോന്നായി അവർ പറഞ്ഞ കളവുകൾ പറയുന്നതിനെ സംബന്ധിച്ചും ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ചില കളവുകൾ പറഞ്ഞവർ തന്നെ സമ്മതിക്കുന്നതിന്റെ സ്ക്രീനിൽ അതിന്റെ രൂപങ്ങളൊക്കെ അതും ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു വരുന്നത് ബിമാ കാനൂ യക്ദിബൂൻ, കളവ് പറയലാണ് അവരുടെ ജോലി. ഖുർആനും പറയുന്നു, വൈദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർദ്. അവരോട് പറഞ്ഞു, നിങ്ങൾ നാശം ഉണ്ടാക്കല്ല ഭൂമിയിൽ. മുമ്പേ മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി ജീവിക്കുന്ന നാടുകളിൽ നിങ്ങൾ നാശം ഉണ്ടാക്കല്ല, അതുപോലെ തന്നെ കുഴപ്പമുണ്ടാക്കണ്ട, നിങ്ങൾ വെറുതെ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് അവരോട് പറഞ്ഞാൽ ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. അവർ പറയും, ഞങ്ങൾ ഇസ്ലാഹി പ്രവർത്തകന്മാരാണ്. ഖുർആൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വിഷയം, ഖുർആന്റെ ഒരു മഹത്വം നോക്ക് നിങ്ങൾ. ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഇസ്ലാഹിന്റെ പ്രവർത്തകരാണ് എന്ന് അവർ പറയും. ഇസ്ലാഹിന്റെ പ്രവർത്തകന്മാർ ആണ്. ഇസ്ലാഹി പ്രഭാഷണം, ഇസ്ലാഹി പ്രവർത്തനം, ഇങ്ങനെയാണല്ലോ ഖുർആൻ നേരത്തെ തന്നെ പറയാൻ. ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഇസ്ലാഹി പ്രവർത്തകന്മാരാണ് എന്നവർ പറയും. അലാ, അറിയണം, ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അവർ തന്നെയാണ് നാശമുണ്ടാക്കുന്നവർ. വലാകിൻ ലാ യശ്ഉറൂൻ, പക്ഷേ അവർക്ക് ആ ബോധമില്ല കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുന്നത് നാശമാണ് എന്ന ബോധം അവർക്കില്ല. അവർ നാരിയത്ത് സലാത്തിനെ സംബന്ധിച്ച് നാറിയ സലാത്ത് എന്നായിരിക്കും സംസാരിക്കുന്നത്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന് ഭയപ്പെടാത്ത മനുഷ്യരെന്നായിരിക്കും പറയുന്നത്. അവരുടെ ധാരണ ഞങ്ങൾ വലിയ വലിയ ഇസ്ലാഹ് നടത്തുന്ന ആളുകളാണ് എന്ന ധാരണയിലാണ് അവരുള്ളത്. വലാകിൻ ലാ യശ്ഉറൂൻ, അവർക്കറിയില്ല. വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, മറ്റ് ജനങ്ങൾ, സഹാബത്തടങ്ങുന്ന മറ്റ് ജനങ്ങൾ വിശ്വസിച്ച പോലെ നിങ്ങളങ്ങ് വിശ്വസിക്കൂ, നിങ്ങൾ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കല്ല എന്നവരോട് പറഞ്ഞാൽ അവർ പറയും, അനൂമിനു കമാ ആമന സുഫഹാ, ഈ വിഡ്ഢികൾ, ഈ പോറ്റക്കാര് വിശ്വസിച്ച പോലെ വിശ്വസിക്കാനൊന്നും ഇസ്ലാഹിന്റെ ആളുകളായ ഞങ്ങളെ കിട്ടൂല കേട്ടോ എന്നാണ് അവർ മറുപടി പറയുക. അലാ, അറിയണം, ഇന്നഹും ഹുമുസ് സുഫഹാഉ വലാകിൻ ലാ യഅലമൂൻ, അവരാണ് പരമവിഡ്ഢികൾ. വലാകിൻ ലാ യഅലമൂൻ, പക്ഷേ അവരതറിയുന്നില്ല, അവരാണ് പരമവിഡ്ഢികൾ എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നു. ഇതിന്റെ വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ശേഷം പറയാനുള്ളത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ ഒരു മൗലവി വന്നു. ആ മൗലവി മുജാഹിദുകളുടെ ഭാഷയിൽ ഷാർജ ഉസ്താദ് എന്നാണ് അയാൾ കൊണ്ട് പറയാം. ഷാർജ ഉസ്താദ് എന്ന് അയാൾക്ക് പേര് വരാൻ കാരണം, ഞാൻ അദ്ദേഹത്തെ മാത്രമേ ഇന്ന് പരാമർശിക്കുന്നുള്ളൂ. കാരണം മറ്റുള്ള ആളുകളൊക്കെ
ഈ പരാമർശിച്ച് ഒരുപാട് വിഷയങ്ങൾ പറയാൻ ഒരു ദിവസം കൊണ്ട് കഴിയില്ലല്ലോ. അതിന്റെ ആവശ്യമില്ല. ഒന്ന് പറഞ്ഞാൽ വല്ലുക്കസ്മാലമ്യൂക്കൽ, ബാക്കി അതിന്റെ മേൽ ഖിയാസാക്ക. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ശരിയാക്കിയാൽ ബാക്കിയുള്ളത് ഭയങ്കര റെഡിയാവുമല്ലോ. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ, ഈ ഷാർജ ഉസ്താദ് എന്ന് പറയുന്നതാണ്. ഞാൻ പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ ഓതി പഠിക്കുന്ന കാലത്ത് കടവത്തൂരിൽ വെച്ച് ഞാനുമായി കുറെ ഖണ്ഡന പ്രസംഗം നടത്തിയിരുന്നു. അങ്ങനെ അന്ന് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ കഴിയാതെ ആയപ്പോ പിന്നെ ആ കടവത്തൂർ ഭാഗത്തുള്ള ആരോ വിസ കൊടുത്തങ്ങ് കൂട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായിരുന്നാലും അങ്ങനെ അദ്ദേഹം ഷാർജയിലെത്തിയതിനു ശേഷം അവിടെയും അദ്ദേഹത്തിന്റെ ഈ ഫസാദ് പ്രവർത്തനം ഇങ്ങനെ തുടങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവസാനമായി നാദാപുരത്ത് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയപ്രചരണ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ കണ്ടപ്പോ യാതൊരു നിവൃത്തിയില്ലാതെ ആയപ്പോ കൂട്ടിക്കൊണ്ടുവന്നാണ് അദ്ദേഹത്തെ. വളരെ സന്തോഷമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് വളരെ സ്നേഹത്തോടുകൂടി ആദ്യമായി പറയാണ്, അദ്ദേഹം ഇനിയും വരണം. ഞാൻ ഈ വിഷയത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ മൗലവി ഇനിയും വരണം. നമുക്ക് ഒരു നീണ്ട ഖണ്ഡന പ്രസംഗം നമ്മുടെ വാഴക്കാട്ട് 9 പ്രാവശ്യം നടത്തിയിട്ട് അഫ്സാമുൽ ലദാത്തുകാരൻ ഞാൻ ലദ്ദത്ത് മനസ്സിലാക്കി കൊടുത്തതുപോലെ ഇൻഷാ അല്ലാഹ് ഈ മൗലവിക്കും ഇതിന്റെ ഈ ഖണ്ഡന പ്രസംഗത്തിന്റെ രസം, ലദ്ദത്ത് തന്നെ രസം എന്നാണ്. ആ രസം ഇൻഷാ അല്ലാഹ് ഞാൻ നന്നായി, അള്ളാഹു എനിക്ക് ആയുസ്സും ആരോഗ്യവും തന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരും. അതുകൊണ്ട് ആ മൗലവിയെ ഇനിയും മുജാഹിദുകൾ കൊണ്ടുവരികയും ആ മൗലവിയും ഞാനുമായിട്ട് തന്നെ ആകണം നമ്മുടെ പരിപാടി. കാരണം പിന്നെ ആള് മാറി, പിന്നെ ഞാൻ പറഞ്ഞല്ല മറ്റേയാൾ പറഞ്ഞല്ല അതൊന്നും പറയരുത്. അയാൾ തന്നെയായിരിക്കും, ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ തന്നെയായിരിക്കും വരുന്നത്. അതുകൊണ്ട് ആ മൗലവിയെ എനിക്ക് ഷാർജയിലാവുമ്പോ അവിടെ കുറെ നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനത്തെ നിയമപ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇത് ഇന്ത്യ രാജ്യമാണ്, സ്വതന്ത്ര രാജ്യമാണ്. ആരും ചീത്ത പറയും തെറിവറിയൊന്നും വേണ്ട. തെളിവുകൾ മുഖേന നമുക്ക് മുജാഹിദിന്റെ തെളിവുകളൊക്കെ നമുക്കൊന്ന് കേൾക്കാം, സുന്നത്ത് ജമാഅത്തിന്റെ തെളിവുകളൊക്കെ നമുക്കൊന്ന് കേൾക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഒരു നീണ്ട ഖണ്ഡന പ്രസംഗം. ആ ഖണ്ഡന പ്രസംഗത്തിന് ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ തന്നെ സ്വാഗതം ചെയ്തിരിക്കുന്നു. പിന്നെ അദ്ദേഹം എന്നെ ഒന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ജാമിഉ കറാമാത്തിൽ ഔലിയാ എന്ന ഗ്രന്ഥം, അത് ഞാനും അയാളും ഇരുന്ന് ഒന്ന് വായിക്കാൻ തയ്യാറുണ്ടോ, അയച്ച് അർത്ഥം പറയാൻ തയ്യാറുണ്ടോ? പേരോടിനെ ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ വെല്ലുവിളി 1000 കുതിരശക്തിയോടുകൂടെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ആ മൗലവിയെ കിട്ടുമെങ്കിൽ ഇന്ന് തന്നെ കൊണ്ടുവന്നാൽ സ്വാഗതാർഹമാണ്. ഇനി അല്ല മറ്റൊരു ദിവസമാണെങ്കിലും ജാമിഉ കറാമത്തിൽ ഔലിയ അദ്ദേഹം കൊണ്ടുവരേണ്ടതില്ല, എന്റെ കൈവശത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് വായിച്ച്, അദ്ദേഹം വായിക്കും, ഞാൻ അർത്ഥം പറയണമെന്നാ പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ ഒരു തകരാറുണ്ട്, അയാൾ വായിക്കുന്നൊക്കെ തെറ്റാണ് കേട്ടത്. അതുകൊണ്ട് ഞാൻ വായിക്കാം, അദ്ദേഹം അർത്ഥം പറഞ്ഞാൽ മതി. കാരണം ആ വായിക്കാൻ അയാൾക്ക് അറിയില്ല, അയാൾ അൽഫി ഓതിയിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രസംഗം വെച്ചുകൊണ്ട് ഞാൻ തെളിയിച്ചു തരും. അദ്ദേഹം വായിച്ച വ്യാകരണത്തിലുള്ള തെറ്റ് മുഴുവനും ഞാൻ തെളിയിച്ചു തരും. അതുകൊണ്ട് വായിക്കൽ ഇൻഷാ അല്ലാഹ് ഞാൻ വായിക്കാം, അദ്ദേഹം അർത്ഥം പറഞ്ഞാൽ മതി. നിങ്ങൾ മലയാളം കൊണ്ട് കളിച്ചാൽ മതി, നിങ്ങൾക്ക് ഖുത്ബാറൊക്കെ മലയാളമാണല്ലോ, നമ്മൾ അറബി നമ്മളായിക്കോളും. അങ്ങനെ ഞാൻ വായിക്കും, നിങ്ങൾ അർത്ഥം പറഞ്ഞാൽ മതി. പക്ഷെ അർത്ഥം പറയുമ്പോൾ എന്റെ മുന്നിൽ വെച്ച് പറയണം, കാരണം അപ്പൊ കസാൻ കഴിയില്ല, അപ്പൊ തീർത്തും പറയേണ്ടി വരും. അതിനാണ് എന്റെ മുന്നിൽ വെച്ച് പറയണം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നാദാപുരം ഭാഗത്തുള്ള എല്ലാ മുജാഹിദുകളും ജാഗ്രത പാലിക്കുക. ഉടനെ തന്നെ അദ്ദേഹത്തെ കിട്ടുന്ന ദിവസം എന്നെ അറിയിക്കുക. ഞാൻ ഈ കാര്യം നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ച ജനങ്ങളെ, ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. ഇത് പറഞ്ഞ ഉടനെ അള്ളാഹു പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. വയത്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, അള്ളാഹുവിന്റെ ദീൻ നിങ്ങൾ മുറുകെ പിടിക്കണം. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ഇവിടെ അള്ളാഹുവിന്റെ ദീൻ എന്നതിന് അള്ളാഹു പ്രയോഗിച്ച വാചകം ബിഹബ്ലില്ലാഹി എന്നാണ്. അള്ളാഹുവിന്റെ കയറ് എന്ന് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള പറയാൻ കാരണം എന്താണ്? അതിന്റെ കാരണം കയറുകൾ കൊണ്ട് ഓരോന്നും മറ്റൊന്നുമായി പിടിച്ചു ബന്ധിപ്പിക്കുന്നത് പോലെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെയും മനസ്സുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വസ്തുവാണ് ദീൻ. എത്രയോ കുടുംബങ്ങളിൽ ജനിക്കുകയും വിവിധ വിഷയങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ സമ്മേളിച്ചത് ദീൻ എന്ന കയറുകൊണ്ട് ബന്ധിപ്പിച്ചത് കൊണ്ടാണ്. നമ്മളെ ബന്ധിപ്പിച്ചത് ദീൻ എന്ന് പറയുന്ന ഒരു കയറാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ കയറ് മുറുകെ പിടിക്കണം എന്നർത്ഥം വരുന്ന വാചകം പറഞ്ഞത്. അതിന്റെ ഉദ്ദേശം പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിന്റെ ദീൻ നിങ്ങൾ മുറുകെ പിടിക്കണം, ജമീഅൻ, എല്ലാവരും. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, ഐക്യത്തോടെ പോകണം. വദ്കുറൂ നിഅമത്തുല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും
ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിശ്വാസമില്ലാത്ത ചില ജനങ്ങൾ മുസ്ലിമീങ്ങളായ ആളുകൾക്കിടയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ശാഖാപരമായ അതുപോലെ തറവാടുപരമായ വിഷയങ്ങളൊക്കെ എടുത്തു വലിച്ചിട്ട് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മതരംഗത്ത് അവർ ഭിന്നിക്കാൻ ഒരു വകുപ്പും ഉണ്ടാകരുത് എന്ന നിലക്ക് അള്ളാഹു പറയുകയാണ്, നിങ്ങൾ മുമ്പ് ഭിന്നിച്ചവരായിരുന്നു, നിങ്ങളെ മതത്തിന്റെ പേരിൽ അള്ളാഹു നിങ്ങളെ യോജിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ മുമ്പ് നിങ്ങൾ ശത്രുക്കളായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ഒരേ ആശയത്തിന്റെ ആളുകളാണ്. നിങ്ങൾ ഒരിക്കലും തന്നെ ഭിന്നിക്കരുത്. ഫഅല്ലഫ ബൈന ഖുലൂബികും ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന. നിങ്ങൾ സഹോദരന്മാരായി നിങ്ങളെ മുഴുവനും അള്ളാഹു ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ സാഹോദര്യ ബന്ധത്തിൽ ഇസ്ലാം ദീൻ മുറുകെ പിടിച്ച് നിങ്ങൾ ഒറ്റക്കെട്ടായി നീങ്ങണം. വകുൻതും അലാ ശഫാ ഹുഫറത്തിൻ മിനൻ നാരി ഫഅൻഖദകും മിൻഹാ. നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നു, അള്ളാഹുവോട് നിങ്ങളെ രക്ഷപ്പെടുത്തിയതാണ്. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ. നിങ്ങൾ സന്മാർഗം പ്രാപിക്കാൻ അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ആ നിലക്ക് വിവരിച്ചു തരികയാണ്. ഇത് പറഞ്ഞ ഉടനെ അള്ളാഹു പിന്നെ പറയുന്നത് എന്താ? ആദ്യം പറഞ്ഞത് മുസ്ലിമായിട്ടേ മരിക്കാവൂ. രണ്ടാമത് പറഞ്ഞത് മുസ്ലിമായി മരിക്കാൻ നിങ്ങൾ ആദർശപരമായി ആശയപരമായി ഒറ്റക്കെട്ടായി നീങ്ങണം. നിങ്ങൾ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കണം, ഐക്യത്തോടെ പോകണം. ഇത് പറഞ്ഞ ഉടനെ അള്ളാഹു പറയുന്നത്, ഐക്യം ഇവിടെ ഉണ്ടാകണമെങ്കിൽ നന്മയിലേക്ക് ക്ഷണിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഒരു സംഘത്തിന്റെ പ്രവർത്തനം നടക്കണം. ചില ആളുകൾ മനസ്സിലാക്കും, സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറയുന്നത് കൊണ്ട് ഐക്യം തകർന്നു പോവുകയാണ്. അങ്ങനെയല്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറയുന്ന ഒരു കക്ഷികൾ ഇവിടെ ഇല്ലെങ്കിൽ മുസ്ലിങ്ങളെ മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഛിന്ന ഭിന്നമാക്കി കളയും. അതുകൊണ്ട് അള്ളാഹു പറയാൻ, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ. നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സംഘം, ഒരു സമൂഹം നിങ്ങളിൽ ഉണ്ടാകണം. വയഅ്മുറൂന ബിൽ മഅറൂഫ്. നല്ലതുകൊണ്ട് അവർ കൽപ്പിക്കണം. ജനങ്ങൾക്കിടയിൽ, മുസ്ലിമീങ്ങൾക്കിടയിൽ അറിയപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് അവർ കൽപ്പിക്കണം. വയൻഹൗന അനിൽ മുൻകർ. നിഷിദ്ധമായ വിഷയങ്ങൾ അവർ വിരോധിക്കണം. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആ ഡ്യൂട്ടി ഏറ്റെടുത്തവർ ആരോ ആ കക്ഷികളാണ് ഏറ്റവും വലിയ വിജയം കൈവരിച്ചവർ. നല്ലത് കൽപ്പിക്കുകയും ചീത്ത വിരോധിക്കുകയും ആവശ്യമായത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവർ, അവരാണ് ഏറ്റവും വലിയ വിജയം കൈവരിച്ചവർ. ഇത് പറഞ്ഞിട്ട് വീണ്ടും അല്ലാഹു ആവർത്തിക്കുകയാണ്, വലാ തകൂനു കല്ലദീന തഫറഖൂ. ഭിന്നിച്ചവരെ പോലെ നിങ്ങൾ ആകരുതേ. വഖ്തലഫൂ. അവർ അഭിപ്രായ ഭിന്നതയായി. മിൻ ബഅദി മാ ജാഅഹുൽ ബയ്യിനാത്ത്. വ്യക്തമായ തെളിവ് കിട്ടിയതിന് ശേഷം അവർ ഭിന്നിച്ചു. ആ കക്ഷികളെ പോലെ നിങ്ങൾ ആകരുതേ. വഉലൈക ലഹും അദാബുൻ അദീം. അവർക്ക് വളരെ വലിയ ശിക്ഷയാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത്, എപ്പോഴാണ് ശിക്ഷ? യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്. ഒരു വിഭാഗത്തിന്റെ മുഖം സന്തോഷം കൊണ്ട് പ്രസന്നമാകുന്ന ഒരു ദിവസമുണ്ട്. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ദീനീ പ്രവർത്തനം നടത്തുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഈമാനും തഖ്വയുമുള്ള മുത്തഖീങ്ങൾ, അള്ളാഹു സാധുക്കളായ നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അത്തരം ആളുകളുടെ മുഖം പ്രസന്നമാകും, വെളുത്തുപോകും, സന്തോഷം കൊണ്ട് വെളുക്കും. അതേസമയം ഒരു വിഭാഗത്തിന്റെ മുഖം കറുത്തിരുണ്ടു പോകും. ഈ കക്ഷികൾ ആരാണ്? ഈ കക്ഷികളെ സംബന്ധിച്ച് ഈ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ സഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ പ്രഗത്ഭനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാനി അല്ലാഹു ഉദ്ദേശിക്കുന്നത് യൗമൽ ഖിയാമ, ഈ ദിവസം ഒരു വിഭാഗത്തിന്റെ മുഖം സന്തോഷം കൊണ്ട് വെളുക്കും, ഒരു വിഭാഗത്തിന്റെ മുഖം സന്തോഷം കൊണ്ട് കറുക്കും എന്ന് പറഞ്ഞ ഈ ദിവസം ഖിയാമത്ത് നാളാണ്. അതെന്തേ? ഹീന തബിയല്ലു വുജൂഹു അഹ്ലിസ് സുന്നത്തി വൽ ജമാഅ. സുന്നത്ത് ജമാഅത്തുകാരുടെ മുഖം അന്ന് സന്തോഷം കൊണ്ട് പ്രസന്നമാണ്. സുന്നത്ത് ജമാഅത്തുകാരൊക്കെ സന്തോഷം കൊണ്ട് വെളുക്കുകയാണ് അവരുടെ മുഖം. വതസ്വദ്ദു വുജൂഹു അഹ്ലിൽ ബിദ്അത്തി വൽ ഫിർഖ. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ മുഖം അന്ന് വ്യസനം കൊണ്ടും സങ്കടം കൊണ്ടും കറുത്തു പോവുകയാണ്. അതേ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന സുന്നി വിരുദ്ധരായ ആളുകളുടെ മുഖം അന്ന് കറുത്തു പോവുകയാണ്. ഖാലഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ ഹാഫിദ് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുകയാണ്. അപ്പോൾ യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്. നിങ്ങൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളുടെ മുഖം സന്തോഷം കൊണ്ട് വെളുക്കുന്ന ഒരു ദിവസം, സുന്നത്തിന്റെ വിരോധികളുടെ മുഖം കറുത്തിരുണ്ടു പോകുന്ന ഒരു ദിവസം. അല്ലാഹു പറയാൻ, ഫഅമ്മല്ലദീന സുവദ്ദത് വുജൂഹുഹും. അന്ന് മുഖം കറുത്തിരുണ്ടു പോകുന്ന സുന്നി വിരുദ്ധരായ ആളുകൾ, അകഫർതും ബഅദ ഈമാനികും ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ. നിങ്ങൾ ഉറച്ച ഈമാൻ ഉണ്ടായിരുന്നു, നിങ്ങൾ സുന്നികളായിരുന്നു, നിങ്ങൾ ആ സുന്നിയിൽ നിന്ന് രാജിവെച്ച് പുത്തൻവാദത്തിലേക്ക് പോയവരല്ലേ,
നിങ്ങൾ ഈമാൻ വിട്ട് നിങ്ങൾ അവിശ്വാസത്തിലേക്ക് പോയവരല്ലേ. അകഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളെ ഈമാനിന്റെ ശേഷം നിങ്ങൾ അതാ അവിശ്വാസത്തിലേക്ക് നീങ്ങിയതല്ലേ എന്നവരോട് പറയപ്പെടും. നിങ്ങൾ നേരത്തെ സുന്നത്ത് ജമാഅത്തുകാരല്ലേ, നിങ്ങൾ അതിൽ നിന്ന് പിരിഞ്ഞു പോയവരല്ലേ എന്നവരോട് ചോദിക്കപ്പെടും. ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ ഈ അവിശ്വാസം കാണിച്ച കാരണം കൊണ്ട് ശിക്ഷ നന്നായി രുചി നോക്കിക്കോളൂ എന്നവരോട് പറയും. എന്നാൽ മുഖം സന്തോഷം കൊണ്ട് വെളുക്കുന്ന സുന്നത്ത് ജമാഅത്തുകാരായ ആളുകൾ ഫഫീ റഹ്മത്തില്ലാഹി ഹും ഫീഹാ ഖാലിദൂൻ, അവർ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗത്തിൽ കാലകാലം താമസിക്കുന്നവർ തന്നെ. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, അഹ്ലുസുന്നത്തി വൽ ജമാഅ അവര് മാത്രമേ ഖിയാമത്ത് നാളിൽ മുഖം സന്തോഷം കൊണ്ട് വെളുക്കുന്നവരുള്ളൂ. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മുഖം കറുത്തിരുണ്ടു പോകുന്നവരാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ ഹാഫിദ് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എടുത്തു ഉദ്ധരിക്കുന്നു. ഞാനിത് പറഞ്ഞു വന്നത്, ഈ സുന്നത്ത് ജമാഅത്തും ഇതര പ്രസ്ഥാനങ്ങളും എന്ന് പറയുമ്പോ അത് എന്തോ ഒരു ചെറിയ ഒരു വിഷയമാണെന്ന്, അത് നമ്മുടെ ഏതെങ്കിലും മറ്റ് വിഷയങ്ങളിലുള്ള തർക്കം പോലെയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതൊരു അടിസ്ഥാനപരമായ വിഷയമാണ്. ഖിയാമത്ത് നാളിൽ വിജയം കൈവരിക്കുന്നവർ സുന്നത്ത് ജമാഅത്തുകാർ മാത്രം. ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഞാൻ പറയുന്നതല്ല. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേസമയം അന്ന് മുഖം കറുത്തിരുണ്ടു പോകുന്നവർ സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ചേരിയിലുള്ളവർ. ഇത് ഈ ആയത്തിന്റെ തഫ്സീർ ഏറ്റവും വലിയ പ്രശസ്തനായ സഹാബത്തിന്റെ കൂട്ടത്തിൽ തന്നെയും ഏറ്റവും അറിയപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ ഇബ്നു കസീറിലടക്കം എല്ലാ കിതാബുകളിലും കാണാം. അതാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചത്. അപ്പൊ സുന്നത്ത് ജമാഅത്തുകാരാവുക എന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഇത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. സുന്നത്ത് ജമാഅത്തുകാർ മാത്രമേ ഖിയാമത്ത് നാളിൽ രക്ഷപ്പെടുന്നുള്ളൂ. അല്ലാത്തവരെല്ലാം ഖിയാമത്ത് നാളിൽ മുഖം കറുത്തിരുണ്ടു പോവുകയാണ്. ആഖിറത്തിൽ വിശ്വസിക്കുന്നവർ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണമെന്നാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതിനർത്ഥം. ഇത് തമാശ പറയാനുള്ള വിഷയമല്ല, ഇത് നമുക്ക് കളിയാക്കാനുള്ള വിഷയമല്ല, ഇത് നമ്മുടെ ഈമാനിന്റെ വിഷയമാണ്, ആഖിറത്തിലെ ജീവിതത്തിന്റെ വിഷയമാണ്. ഈ ബോധത്തോടുകൂടി വിഷയത്തെ സമീപിക്കാൻ നമ്മൾ തയ്യാറാകണം എന്ന് ആമുഖമായി ഞാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ചതിന്റെ രൂപങ്ങൾ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഒറ്റ വാക്കിൽ ഇവിടെയും പറഞ്ഞു തീർക്കുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കൂ, മക്ക ശരീഫിലേക്കാണ് നമ്മളെല്ലാവരും തിരിഞ്ഞു നിസ്കരിച്ചത് അല്ലേ? ആ മക്കയിൽ ജുമാ നടക്കുന്നില്ലേ? അവിടെ ജുമാക്ക് 2 ബാങ്കല്ലേ? ഈ നാദാപുരത്ത് എങ്ങനെ ആ മാർക്കറ്റിന്റെ അപ്പുറത്ത് ഒരു പള്ളി എന്ന പേരിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അവിടെ എങ്ങനെ ജുമാക്ക് ഒറ്റ ബാങ്കായി? നിങ്ങൾ ചിന്തിക്കണം, ആരാണ് ഇവിടെ മുസ്ലിമുകളെ ഭിന്നിപ്പിക്കുന്നത് ചിന്തിക്കാൻ ഞാൻ പറയും. മക്കയിലും മദീനയിലും ലോകരാഷ്ട്രങ്ങളിൽ മുഴുവനും ജുമാക്ക് ബാങ്ക് 2 അല്ലേ? ഇവിടെ ഈ നാദാപുരത്തൊരു മൂലയിൽ എങ്ങനെ ഒന്നായി? എത്ര വലിയ ആലിമ്യങ്ങൾ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട് ഇവിടെ, എത്ര ഔലിയാക്കൾ ജീവിച്ചിട്ടുണ്ട് ഇവിടെ. അവർക്കാർക്കും കാണാത്ത ഒരു മതം എങ്ങനെ ഇവർക്ക് കിട്ടി? ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ വന്ന സലഫി മൗലവി ഉണ്ടല്ലോ, ആ മൗലവി പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറയാണ്, സഹാബത്തിനെ പിന്തുടർന്ന് ജീവിക്കണം. കേട്ടപ്പോ തമാശ തോന്നി. സഹാബത്തിനെ പിന്തുടർന്ന് ജീവിക്കണം. നമ്മുടെ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ മൂപ്പര് നമ്മളങ്ങോട്ട് കോപ്പി അടിക്കുകയാണ്. എന്തിന്? തുടക്കത്തിൽ അതൊക്കെ പറഞ്ഞ ആളുകളെ ഒന്ന് പിടിച്ചു നിർത്താൻ. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സഹാബത്തിനെ പിന്തുടരണം എന്ന് അദ്ദേഹം പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണോ? എന്നാൽ മഹാന്മാരായ സഹാബികൾ, ആ സഹാബികൾ 2 ബാങ്ക് ജുമാക്ക് കൊടുത്തിട്ടില്ലേ? ജുമാക്ക് 2 ബാങ്ക് കൊടുത്തിട്ടില്ലേ? സുന്നികളായ ഞങ്ങളുടെ മാലയും മൗലിദും ജാമിഉ കറാമത്തിൽ ഔലിയവും ഒക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ വിനയത്തോടെ ചോദിക്കാൻ, നിങ്ങൾ സഹാബത്തിനെ പിന്തുടരണം എന്നല്ലേ ഇവിടുത്തെ പ്രസംഗത്തിൽ തുടക്കത്തിൽ പറഞ്ഞത്? ആ സഹാബത്ത് ജുമുഅക്ക് 2 ബാങ്ക് കൊടുത്തതായി സഹീഹുൽ ബുഖാരിയുടെ 916 നമ്പർ ഹദീസിൽ ഇല്ലേ? ഒന്നുകിൽ ഇല്ല എന്ന് പറയണം, അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയണം മൗലവിമാർ. സഹീഹുൽ ബുഖാരിയിൽ അതുണ്ടോ ഇല്ലേ? ജുമുഅക്ക് 2 ബാങ്ക് കൊടുത്തതായി ഉണ്ടോ ഇല്ലേ? സഹാബത്ത് കൊടുത്തു എന്ന് ബുഖാരിയിലില്ലേ? അത് സഹാബത്തിൽ തന്നെ പറഞ്ഞിട്ടില്ലേ? സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ബുഖാരിയിൽ ഇല്ലേ? അദ്ദേഹം 7ാമത്തെ വയസ്സിൽ അള്ളാന്റെ റസൂലിന്റെ കൂടെ ഹജ്ജിന് പോയ സഹാബി അല്ലേ? സബത്തൽ അംറു അലാ ദാലിക്, ജുമുഅക്ക് 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു എന്നല്ലേ ബുഖാരിയിലെ ഹദീസ്? ഞാൻ ചോദിക്കും, ഈ നാദാപുരത്തിന്റെ ഒരു മൂലയിൽ ഒറ്റ ബാങ്കുള്ള ജുമുഅ എവിടുന്ന് വന്നു? അത് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയതല്ലേ?
അല്ലെങ്കിൽ എന്തിനു തുടങ്ങിയ ആ ജുമാ എന്നാണ് എന്റെ ചോദ്യം. എവിടുന്ന് വന്നു മക്കയിലില്ലാത്ത ഒരു ജുമാ? എവിടുന്ന് വന്നു മദീനയിലില്ലാത്തൊരു ജുമാ? എവിടുന്ന് വന്നു മസ്ജിദുൽ അഖ്സയിലില്ലാത്തൊരു ജുമാ? എവിടുന്ന് വന്നു ലോകത്ത് എവിടെയും ഇല്ലാത്തൊരു ജുമാ? നമ്മുടെ ഷാർജ ശൈഖ് ഉണ്ടല്ലോ, ഷാർജ ശൈഖ് തന്നെ അവിടുത്തെ ശൈഖല്ലേ നമ്മൾ ഇവിടെ വന്ന നമ്മുടെ ഷാർജ ഉസ്താദ്. ഈ ഷാർജ ഉസ്താദിനെ സംബന്ധിച്ച് മുജാഹിദിന്റെ തന്നെ ഒരു പത്രം ഞാൻ വായിക്കട്ടെ. മുജാഹിദ് വോയിസ്, ജനുവരി 2004 ജനുവരി 26. ഷാർജ ഉസ്താദിന്റെ രണ്ടാം ബാങ്ക്. ചില മൗലവിമാർക്ക് രണ്ടാം കെട്ടാണ്, ഇയാൾക്ക് രണ്ടാം ബാങ്കാണ്. കേട്ടോളൂ, ഷാർജ ഉസ്താദിന്റെ രണ്ടാം ബാങ്ക്. എന്താ വിഷയം? നാദാവരത്ത് വന്നിട്ട് മൂപ്പര് പറയാ, പേരോടിന്റെ ഉമ്മർത്ത് വെച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്, പേരോടിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. പേരോടിനെ വെല്ലുവിളിക്കുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ, പക്ഷെ വെല്ലുവിളിച്ചിട്ട് മുങ്ങാൻ പാടില്ല, വെല്ലുവിളിച്ചിട്ട് മുങ്ങാൻ പാടില്ല. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഷാർജ ഉസ്താദിന്റെ രണ്ടാം ബാങ്ക് ഞങ്ങളെ പത്രത്തിലല്ലേ, മുജാഹിദ് വോയിസിലാണ്. ഞാനതൊന്ന് വായിക്കാം, ഇദ്ദേഹത്തിന്റെ ഊക്കൊന്ന് അറിയണമല്ലോ ജനങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് കുവൈത്തിൽ നടന്ന ഒരു മുഖാമുഖം പരിപാടിയുടെ മുന്നോടിയായി നടന്നതാണ് ഈ ചർച്ച. മുഖാമുഖത്തിൽ ഏതെല്ലാം ചോദ്യങ്ങൾ ചോദിക്കണം, അവയ്ക്ക് എങ്ങനെ മറുപടി പറയണമെന്ന് തീരുമാനമെടുക്കാനായിരുന്നു ചർച്ച. സുന്നികൾ സാധാരണ ചോദിക്കാറുള്ള ചർച്ചകളും അവയ്ക്ക് കുറികൊള്ളുന്ന മറുപടിയും ചർച്ച ചെയ്തു തീരുമാനിക്കവേ ഫർവാനിയ യൂണിറ്റിൽ നിന്നുള്ളൊരു പ്രവർത്തകൻ ഒരു ചോദ്യം മുഖാമുഖത്തിൽ മറുപടി പറയണമെന്ന നിലക്ക് ഉന്നയിച്ചു. കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിനു കീഴിൽ മലയാള ഖുതുബ നടക്കുന്ന പള്ളിയിൽ 2 ബാങ്ക് നിർവഹിക്കുന്നു. കേൾക്കണേ, മുജാഹിദിന്റെ ഇസ്ലാഹിന്റെ വകയിൽ നടക്കുന്ന പള്ളിയിൽ കുവൈത്തിൽ 2 ബാങ്ക് നിർവഹിക്കുന്നു. നമ്മളെ ഷാർജ ഉസ്താദ് ഒരു മറുപടിക്ക് പോയതാ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറുപടിയാ കേൾക്കേണ്ടത്. എന്നാൽ ഇത് നാട്ടിൽ മുജാഹിദുകൾ ബിദഅത്താണെന്ന് വാദിക്കുകയും ചെയ്യുന്നു. ഇത് നാട്ടിൽ മാത്രമാണോ ബിദഅത്ത്? ഇതാണ് ചോദ്യം. പക്ഷെ നമ്മളിവിടെ വന്ന ഷാർജ ഉസ്താദിനോടുള്ള ചോദ്യ, നാട്ടിൽ 2 ബാങ്ക് ബിദഅത്ത്, കുവൈത്തിൽ 2 ബാങ്ക് സുന്നത്ത്, നാട്ടിൽ മാത്രമാണോ ബിദഅത്ത്? ഇതാ ചോദ്യം. ചോദ്യം കേട്ട ഉടനെ യോഗം നിയന്ത്രിച്ചിരുന്ന പുളിക്കക്കാരൻ മദനി ആ ചോദ്യം മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടു. ആ ചോദ്യം മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ പ്രവർത്തകർ വിട്ടതുമില്ല. ഗത്യന്തരമില്ലാതെ അദ്ദേഹം ക്ഷോഭിച്ചുകൊണ്ട് നൽകിയ മറുപടി ഇങ്ങനെ: മറുപടി കിട്ടണം എന്ന് നിർബന്ധമാണെങ്കിൽ കേട്ടോ. ഈ ബാങ്ക് തുടങ്ങിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. അന്ന് പള്ളി അങ്ങാടിയിൽ നിന്ന് വളരെ ദൂരെയായതിനാൽ അങ്ങാടിയിൽ പോയി ഒരു ബാങ്ക് കൊടുക്കും. ഇപ്പോൾ പള്ളി അങ്ങാടിയിൽ തന്നെയാണ്, അതിനാൽ 2 ബാങ്കും പള്ളിയിൽ നിന്ന് തന്നെ ആവാം. ഇങ്ങനെ അന്ന് പള്ളിന്നപ്പുറം പോയി ബാങ്ക് കൊടുക്കല, ഇപ്പൊ പള്ളിന്റെ അങ്ങാടിയിലായതുകൊണ്ട് പള്ളിയിൽ തന്നെ 2 കൊടുക്കൽ ആവാം. ഇതിനെ സംബന്ധിച്ച് മുജാഹിദീങ്ങൾ പറയാണ്, മൗലവിന്റെ മറുപടി വെച്ച്, എന്തൊരു ചന്തമുള്ള മറുപടി, എന്തൊരു ചന്തമുള്ള മറുപടി. ഇനി ബാക്കി കൂടി കേട്ടോളി, എന്നെയും പറയുന്നുണ്ട് അതിലിടക്ക്. പേരോടിന്റെ ഉസ്താദാകാൻ ടിയാനല്ലാതെ മറ്റാർക്ക് കഴിയും? അപ്പൊ മൂപ്പര് എന്റെ ഉസ്താദാകാൻ കഴിയുമെന്നാണ് ആ മറുപടി കേട്ടിട്ട് മുജാഹിദീകൾ തീരുമാനിച്ചത് പോലും. ഏതായാലും തർക്കമില്ല, അവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇദ്ദേഹമാണ് ഭിന്നിപ്പുകാരുടെ ബൗദ്ധികോപദേഷ്ടാവ്. ഷാർജ ഉസ്താദിന്റെ 2ാം ഭാഗത്തുള്ള ഹെഡിങ്ങിൽ മുജാഹിദീങ്ങൾ എന്നെ കൊടുത്താണ്. ഇനി വേറെ ഒന്ന് കേട്ടോളൂ. മുഖാമുഖത്തിലെ മോണോ ആക്ട്, ഇപ്പോഴും അലയടങ്ങിയിട്ടില്ലാത്ത ഷാർജ മുഖാമുഖം. ഷാർജ ഉസ്താദിന്റെ ഇഹലോക ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണാധ്യായം. ഷാർജ ഉസ്താദ് എന്ന് ഇവിടെ വന്ന മൗലവിയ. മുഖാമുഖത്തിൽ വെച്ച് തന്നെ ഒരാൾ ഖുറാഫാത്ത് കൈപിടിഞ്ഞ് മുജാഹിദായത്രേ. നല്ലൊരു പ്രചരണമാണല്ലോ. അതായത് മുഖാമുഖം കഴിഞ്ഞപ്പോൾ ഷാർജയിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്തു, പെട്ടെന്ന് സുന്നി ഖുറാഫാത്ത് വിട്ട് മുജാഹിദായി ഒട്ടാകെ പ്രചരിപ്പിച്ചു. ഇന്നലെ എന്നോട് ആരോ പറഞ്ഞു, നാദാവത്തിന് 50ഓളം ഏപ്പിക്കാരായ സുന്നികൾ മുജാഹിദായി എന്ന് കേൾക്കുന്നുണ്ടല്ലോ. എന്താ പ്രചരണത്തിന്റെ കോലം, കാത്തുകുത്തിരുന്നാ മതി. അപ്പോ പ്രചരണമാണ്. അപ്പൊ പെട്ടെന്ന് ഒരാളെന്തായി, അങ്ങോട്ട് മുജാഹിദായി എന്നാ പറയും. കേസറ്റ് കണ്ടവർ അന്തം വിട്ടു. മുജാഹിദീങ്ങൾ തന്നെ എഴുതാണ്, കേസറ്റ് കണ്ടവർ അന്തം വിട്ടു. ഇനി എന്ത് വേണം ആഘോഷിക്കാൻ? പക്ഷേ അതൊരു മോണോ ആക്ടായിരുന്നു എന്ന് അറിയുന്നവർ ചുരുക്കം. ഉസ്താദ് തന്നെ ചട്ടം കെട്ടിക്കൊണ്ടുവന്ന ഒരു കൺവെർട്ടഡ് മുജാഹിദ്. അദ്ദേഹം സുന്നിയായി അഭിനയിച്ചു, ഉസ്താദിനോട് ചോദ്യം ചോദിച്ചു, അവസാനം ഉത്തരം മുട്ടി, ഷഹാദത്ത് ചൊല്ലി മുജാഹിദായി. ഉസ്താദ് തെക്ബീർ മുഴക്കി, അദ്ദേഹത്തെ സ്വീകരിച്ചു. ഗംഭീരമായ തട്ടിപ്പ്. മുഖാമുഖത്തിന് ഉസിരു കൂട്ടാൻ ചെയ്ത പൊറാത്ത് നാടകം. ഇത് ഖുതുബക്കൊരു വിഷയമാക്കിയില്ല എന്ന് ശ്രോതാക്കളുടെ മഹാഭാഗ്യം. ഇത് മുജാഹിദ് വോയിസിലുള്ളതാ.
നമ്മളെ ഷാർജ ഉസ്താദിന്റെ ചില പരിപാടികൾ. അതായത് മൂപ്പരെന്നെ ഒരാളെ കൊണ്ടുവരാം മുജാഹിദിനെ, എന്റെ ചോദ്യം ചോദിക്കുക, എന്റെ മറുപടിക്ക് മുജാഹിദ് മുട്ടുക, എന്നിട്ട് അയാൾ രാജിവെക്കുക, ഷഹാദത്തിൽ മേലില്ല മുജാഹിദാകുക. ഇതൊക്കെ ഷാർജയിൽ എടുക്കുന്ന ഓരോ ഏർപ്പാടുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മൗലവിനെ തന്നെ കിട്ടണം, ആ മൗലവി തന്നെ വരണം. എന്നിട്ട് നമുക്ക് അത്തരം തട്ടിപ്പുകളൊന്നും അതാവത്ത് നടക്കൂല. ഇൻഷാ അല്ലാഹ് ഞാനത് കാണിച്ചു തരാം. അതിന് മൗലവി എന്ന് വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാരെ, ഇവിടെ ആദ്യം തന്നെ ഇയാള് പറയാൻ എന്താണ്, സഹാബത്തിനെ പിന്തുടരണം. സഹാബത്തിനെ പിന്തുടരുന്നുവെങ്കിൽ ജുമഅയുടെ 2 ബാങ്ക് എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഒഴിവാക്കിയത് എന്ന് മുസ്ലിം സമുദായത്തോട് മറുപടി പറയണം. ഇത് എന്റെ ചോദ്യമല്ല. ഇത് കണ്ടോ, മുജാഹിദിന്റെ സുല്ലമി, MI മുഹമ്മദ് അലി സുല്ലമി, അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ സച്ചരിതരായ പൂർവികരുടെ മാർഗവും അഭിനവ സലഫി മൻഹജും ഒരു വിശകലനം എന്ന പുസ്തകത്തിൽ മുജാഹിദായ സുല്ലമി തന്നെ സങ്കടത്തോടെ ചോദിക്കുകയാണ്. ഇതിന്റെ 10-11 പേജുകളിൽ അത് കാണാം. അദ്ദേഹത്തിന്റെ ചോദ്യം കേട്ടോളൂ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വെള്ളിയാഴ്ചയിലെ 2ാം ബാങ്ക്. വെള്ളിയാഴ്ച ജുമയോടനുബന്ധിച്ച് 2 ബാങ്ക് വിളിക്കുന്ന സമ്പ്രദായം കേരളത്തിലെ ഏതാണ്ട് എല്ലാ പള്ളികളിലും നിലനിന്നിരുന്നു. എന്നാൽ മുജാഹിദുകളുടെ പള്ളികൾ 2 ബാങ്ക് വിളിക്കുന്ന സമ്പ്രദായം നിലവിലില്ല. നാം അത് ഒരു ബിദ്അത്തും ശിക്ഷാർഹവുമായ കാര്യമായി കാണുന്നു. കാരണം എന്താണ്? നബിയുടെ കാലത്ത് അത്തരമൊരു ബാങ്ക് നിലനിന്നതിന് പ്രബലമായ തെളിവുകളൊന്നുമില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഈ സമ്പ്രദായം ആരംഭിച്ചത്. നബിയുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇമാം മിമ്പറിൽ ഇരുന്ന ശേഷമാണ് ബാങ്ക് വിളിച്ചിരുന്നത്. എന്നാൽ മദീനയിലെ നിവാസികൾ വർദ്ധിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മറ്റൊരു ബാങ്ക് വർദ്ധിപ്പിച്ചു. അത് അങ്ങാടിക്ക് സമീപമുള്ള സൗറായി എന്നിടത്ത് വെച്ച് ആണ് വിളിച്ചിരുന്നത്. ബുഖാരിയിലുള്ള ഹദീസാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വെള്ളിയാഴ്ച 2 ബാങ്ക് വിളിക്കുന്ന സെലഫികൾ ഉൾപ്പെടെയുള്ളവർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ധാരണയെ ആധാരമാക്കിയാണ് 2 ബാങ്ക് വിളിക്കുന്നത്. സഹാബികളുടെ ധാരണ പ്രമാണമാണെങ്കിൽ 2ാം ബാങ്ക് ബിദ്അത്തായി തീരുന്നത് എങ്ങനെ? ഇത് സുല്ലമീന്റെ ചോദ്യമാണ്. അതുകൊണ്ട് ഇനി എന്താ വേണ്ടെന്നറിയോ? മൗലവിമാര് സ്റ്റേജുമ കയറിയാല് ഞങ്ങളെ മാല പരിശോധിക്കുന്നതിന് മുമ്പ് നിങ്ങളെ കൂട്ടത്തിലെ മുജാഹിദീങ്ങളെ ചോദ്യത്തിന് നിങ്ങൾ ആദ്യം മറുപടി പറയാ. മുജാഹിദിലെ ആളുകളെ ഉള്ളത് ഉറപ്പിച്ചു നിർത്താനുള്ള പണി ആദ്യം നടത്തുക. അത് ആദ്യം വേണ്ടത്. മുജാഹിദിലെ ആളുകളെ ഉറപ്പിച്ചു നിർത്താനുള്ള പണി ആദ്യം നടത്തുക. അങ്ങനല്ലേ? കപ്പലിലെ കള്ളനല്ലേ ആദ്യം പിടിക്കേണ്ടത്? ഉണ്ടല്ലേ പുറത്തുള്ളത് നോക്കേണ്ടത്? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചോദ്യം, നിങ്ങളെ സുല്ലമി ചോദിച്ച ചോദ്യമാണ്. സഹാബത്തിനെ പിന്തുടരണം എന്ന് ഇവിടെ വന്ന് സെലഫി പ്രസംഗിച്ചു. നിങ്ങളെല്ലാ പുസ്തകത്തിലും ഇപ്പോഴങ്ങനെ പറഞ്ഞു സഹാബത്തിനെ പിന്തുടരണം. കാരണം സഹാബത്തിനെ തള്ളിയപ്പോൾ മുസ്ലിമീങ്ങളെ കിട്ടുന്നില്ല. അപ്പൊ സഹാബത്തിനെ പിന്തുടരണം നാവുകൊണ്ട് പറയാ, എന്റെ പച്ചക്കള്ളം പറയാ, എന്റെ സഹാബത്തിനെ തള്ളുക, അതേപോലെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സുല്ലമി ചോദിക്കുന്നത്, ബുഖാരിയിൽ ഹദീസ് ഉണ്ടല്ലോ, സഹാബികൾ കൊടുത്തതല്ലേ? നമ്മളെ സെലഫികളും മക്കയിലും മദീനയിലും ദുബായിലും അബുദാബിയിലും ഈ ഹുസൈൻ സെലഫി അടക്കം ഷാർജയിലടക്കം 2 ബാങ്കുള്ള ജുമയിലല്ലേ പങ്കെടുക്കാറുള്ളത്? നാദാപുരത്തൊരു മൂലയിൽ ഒറ്റ ബാങ്കാക്കിയത് എന്തിന് എന്നാണ് നിങ്ങളെ സുല്ലമിമാരുടെ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറയാൻ എന്ത് വേണം? നിങ്ങൾ പരിപാടി വെക്കണം. ചോദ്യം ഞങ്ങൾ ചോദിക്കേണ്ടയില്ല, നിങ്ങളെ കൂട്ടത്തിലുള്ളവർ ചോദിച്ച ചോദ്യമാണ്. നല്ല നല്ല കണ്ടീഷൻ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ മറുപടിയാണ് കിട്ടേണ്ടത്. നിങ്ങൾ എന്തിനീ മുസ്ലിമികളെ ഭിന്നിപ്പിക്കണം? എന്തിന് നിങ്ങൾ 2 ബാങ്കുകൾ ഒന്നാക്കണം? ഇവര് പറയുന്നു മൊഹീദ്ദീൻ മാലയിൽ അങ്ങനെ ഉണ്ട്, അതിന് ബാങ്കിനെ ഒന്നാക്കണോ? മൊഹീദ്ദീൻ മാലയിൽ ഇങ്ങനെ ഉള്ളത് കൊണ്ട് ബാങ്കിന്റെ എണ്ണം ചുരുക്കിയെന്ന എന്റെ ചോദ്യം. മങ്കൂസ് മൗലിദിൽ ഇങ്ങനെ ഉണ്ട്, ശരി മങ്കൂസ് മൗലിദ് അങ്ങനെ ഉണ്ട്, അതിന് ബാങ്ക് എന്തിനാ ഒന്നാക്കിയത്? ബാങ്ക് ലോകമൊട്ടാകെയുള്ള 2 ബാങ്ക് നിങ്ങൾ എന്തിനൊന്നാക്കി? നിങ്ങൾ വിഷയം മാറ്റിയിട്ട് ജനങ്ങളെ മനസ്സിന്ന് വിഷയം മാറ്റിയിട്ട് മാല മൗലിദ് ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്തൊക്കെയോ തിരിമറി നടത്തി, എന്നിട്ട് 2 CD കൊണ്ടുവന്നിട്ട് പ്രദർശിപ്പിച്ച് പരിപാടി ഒപ്പിച്ച് കളയാന്ന് മനസ്സിലാക്കിയോ? അങ്ങനെയൊന്നും വിടാൻ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കെട്ടിച്ചിട്ടല്ലാതെ മടങ്ങൂല. ബുദ്ധിയുള്ള ജനങ്ങളാണ് പ്രസംഗം കേൾക്കുന്നത്. എന്റെ ചോദ്യം, മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി എന്തിന് നിങ്ങൾ ജുമയുടെ ബാങ്ക് ഒന്നാക്കി? ലോകമൊട്ടാകെയുള്ള 2 ബാങ്ക് നിങ്ങൾ എന്തിനൊന്നാക്കി? സഹാബത്തിനെ പിന്തുടരണമെന്ന് നിങ്ങളെ മൗലവിയുടെ പ്രസംഗിച്ചതാ. സഹാബത്ത് 2 ബാങ്ക് കൊടുത്തു എന്ന് ബുഖാരിയിലെ 916 നമ്പർ ഹദീസാണ്. നിങ്ങൾ എന്തിന് ജുമയുടെ ബാങ്ക് ഒന്നാക്കി? ഇവിടെ നാദാപുരം വലിയ ജുമാഅത്ത് പള്ളി, ധാരാളം ഔലിയാക്കൾ മഹാന്മാരും അതിന്റെ സമീപത്ത് കിടക്കുന്നുണ്ട്. ധാരാളം ഔലിയാക്കൾ നിസ്കരിച്ച ഒരു പള്ളിയാണത്. ആ പള്ളിയിൽ മുമ്പേ 2 ബാങ്കുണ്ട്. അതുപോലെ ലോകമെമ്പാടുമുണ്ട്. മക്കയിൽ കഅബയുടെ സമീപത്ത് 2 ബാങ്ക് ഇന്നുമുണ്ട്, മദീനയിലുണ്ട്, ലോകമൊട്ടാകെയുണ്ട്. നിങ്ങൾ എന്തിനൊന്നാക്കി? ഇതിന്റെ ചോദ്യത്തിന് ഞങ്ങൾക്ക് മറുപടി കിട്ടണം. മാലയും മൗലൂദൊക്കെ നമുക്ക് നോക്കാം. ഇൻഷാ അല്ലാഹ് മാല ചൊല്ലി നിങ്ങളെ മന്ത്രിച്ച് ശരിയാക്കി തരാം ഇൻഷാ അല്ലാഹ്.
അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാർ മനസ്സിലാക്കണം. അപ്പൊ മുസ്ലിമീങ്ങളെ എന്തിനു ഭിന്നിപ്പിക്കണം? ഇനി മക്കയിലും മദീനയിലും നിങ്ങൾ റമളാനിൽ ചെന്ന് നോക്കൂ. റമളാനിൽ അവിടെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നു. 4 മദ്ഹബും 20 റക്അത്ത് തറാവീഹ് പഠിപ്പിക്കുന്നു. നിങ്ങൾ ആ തറാവീഹിന്റെ എണ്ണം എന്തിനു ചുരുക്കി? നിങ്ങൾ പറയുന്നത് മാക്കാന യസീദു എന്ന ഹദീസ് ഉണ്ട്. ആ ഹദീസ് ബുഖാരിയിലല്ലേ ഉള്ളത്? ഇമാം ബുഖാരി തറാവീഹ് 8 നിസ്കരിച്ചാൽ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ആ ഇമാം ബുഖാരി ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനിൽ നിന്നല്ലേ? ആ ശിഷ്യൻ ആ ഹദീസ് പറഞ്ഞു കൊടുത്തത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അല്ലേ? ബുഖാരിയിൽ 3 സ്ഥലത്തും ഉസ്താദുമാരുടെ പരമ്പരയിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇല്ലേ? ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മദീനയിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നില്ലേ? ഇമാം ഷാഫിയുടെ ഉസ്താദായിരുന്നില്ലേ? ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു 20-ൽ കുറഞ്ഞ തറാവീഹ് പഠിപ്പിച്ചിട്ടുണ്ടോ? മാലികി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കൂ. ഇമാം ഷാഫി അവിടുത്തെ ശിഷ്യനായിരുന്നില്ലേ? ആ ഇമാം ഷാഫി 20-ൽ കുറഞ്ഞ തറാവീഹ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ മാലിക് ഇമാമിന്റെ മുവത്ത ഷാഫി ഇമാമിൽ നിന്ന് ഓതി പഠിച്ചതല്ലേ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുവത്ത ഓതി പഠിച്ചതല്ലേ? അവരൊക്കെ ഈ ഹദീസ് കണ്ടതല്ലേ? അവർക്കൊക്കെ മനസ്സിലായി ഈ ഹദീസ് ഒരിക്കലും തറാവീഹിനെ കുറിച്ചല്ല, അത് വിത്റിനെ കുറിച്ചാണെന്ന്. കാരണം ആ ഹദീസ് പറഞ്ഞത് ഇമാം ബഹുമാനപ്പെട്ട ബീവി ആയിഷ ബീവിയാണ്. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്ത ചുമരിന്റെ അപ്പുറത്ത് റൂമിൽ വെച്ച് മഹദി അവിടുന്ന് റൂമിന്റെ ഉള്ളിൽ വെച്ച് തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്. ആ സമയത്ത് 36 കൊല്ലത്തോളം മദീനത്തെ പള്ളിയിൽ 20 റക്അത്ത് തറാവീഹ് നടക്കുകയാണ്. ആയിഷ ബീവി പറയുന്നില്ല അവിടുത്തെ നിസ്കാരത്തിന്റെ എണ്ണം കൂടിപ്പോയി എന്ന് പറയുന്നില്ല. കാരണം ആയിഷ ബീവിക്കറിയാം ഞാൻ പറഞ്ഞത് വിത്റിനെ കുറിച്ചാണ്. ആയിഷ ബീവിയോട് തന്നെ ചോദിച്ചു, അംബീനി അംബിതിർ റസൂലില്ലാഹി, റസൂലുള്ളാഹിന്റെ വിത്റിന്റെ എണ്ണം എത്രയാണെന്ന് പറഞ്ഞു തരൂ ഉമ്മ. അപ്പൊ പറഞ്ഞു, യാ ബുനയ്യ, എന്റെ കുഞ്ഞു മോനെ, മോനെ അത് 11 റക്അത്താണ്. അപ്പൊ വിത്റാണ് 11. അല്ലാഹുവിന്റെ റസൂൽ അതിനേക്കാൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആയിഷ ബീവി എന്നെ പറയും. പക്ഷേ നിങ്ങൾ പറയുന്ന ആയിഷ ബീവിക്ക് മനസ്സിലായിട്ടില്ല, മാലിക് ഇമാമിന് മനസ്സിലായിട്ടില്ല, ബുഖാരി ഇമാമിന് മനസ്സിലായില്ല, ഷാഫി ഇമാമിന് മനസ്സിലായില്ല, അഹ്മദ് ബിൻ ഹംബലിന് മനസ്സിലായില്ല, അബൂ ഹനീഫയ്ക്ക് മനസ്സിലായില്ല. മനസ്സിലായത് ആർക്ക്? മനസ്സിലായത് നമ്മളെ ഈ ഷാർജ ഉസ്താദ്, അല്ലെങ്കിൽ ഏതോ ഒരു മൗലവി, അല്ലെ ഒരു മാഷ്. എന്തൊരു ലോകമാണിത്! ഞാൻ ചോദിക്കട്ടെ, മക്കയിലും മദീനയിലും അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ ഇന്ന് വരെ നിസ്കരിച്ച ഒരൊറ്റ ഇമാമിനും തറാവീഹിന്റെ എണ്ണം മനസ്സിലായില്ല എന്ന് പറയണമെങ്കിൽ തലച്ചോറുണ്ടാകണം. 1400 കൊല്ലമായിട്ട് ഒരാൾക്കും തറാവീഹിന്റെ എണ്ണം മനസ്സിലായില്ല. നിങ്ങൾക്ക് 2 മാത്രം മനസ്സിലായി എന്ന് വിശ്വസിക്കണമെങ്കിൽ ഞങ്ങളെ തലച്ചോറ് ഇവിടെ കൊണ്ടുപോയി വെക്കണം. ഞാൻ ചോദിക്കട്ടെ, മൂന്നാമത് ചോദിക്കട്ടെ, ലോകത്തുള്ള മുഴുവൻ ഭാഷക്കാരും മക്കയിലും മദീനയിലും വന്ന് ജുമാ നിസ്കരിക്കുന്നു. പല ഭാഷക്കാരും അവിടെ പങ്കെടുക്കുന്നു. എല്ലാവർക്കും ഒറ്റ ഭാഷയിലുള്ള ഖുത്ബ. അത് രാജ്യത്തിന്റെ ഭാഷയനുസരിച്ച് ഖുത്ബ മാറ്റണമെന്ന് ഏത് ഖുർആനിൽ പറഞ്ഞു? ഏത് ഹദീസിൽ പറഞ്ഞു? നിങ്ങൾ ഈ നാദാപുരത്ത് ഈ പ്രസംഗം മുഴുവൻ നടത്തിയിട്ട് നിങ്ങളെ സ്റ്റേജിൽ നിന്ന് ഞങ്ങൾ കേട്ടില്ലല്ലോ ഒരായത്ത്. ഖുത്ബ ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാകണം എന്ന് പറയുന്ന ഒരായത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഓതിയില്ല? ഖുർആനിൽ നിന്ന് ഒരായത്ത് ഓതണം. ഖുത്ബ ശ്രോതാക്കൾക്ക് മനസ്സിലാകണം എന്ന് പറയുന്ന ഒരായത്ത് ഖുർആനിൽ നിന്ന് നിങ്ങൾ ഓതിത്തന്നാൽ ഞാൻ പറയട്ടെ, പിന്നെ ബാക്കി നമുക്ക് അതിന്റെ ശേഷം പറയാം. ഖിയാമത്ത് നാൾ വരെ കഴിയോ നിങ്ങൾക്ക്? ഖുത്ബ ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസിലുണ്ടോ? ആയത്തിലുണ്ടോ? നിങ്ങൾ സ്വന്തം മൗലവിമാര് പടച്ചുണ്ടാക്കിയൊരു വാദമല്ലേ അത്? നിങ്ങൾക്ക് മതം പറയാൻ എന്താണ് ഇവിടെ അധികാരം? മതമുണ്ടാക്കാൻ എന്താണ് അധികാരം? മൗലവിമാരെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടോ ഇവിടെ മതമുണ്ടാക്കാൻ? അള്ളാഹു പഠിപ്പിച്ച മതം മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ലോകമൊട്ടാകെ യാത്ര ചെയ്ത് അവർ ഇസ്ലാം മതം പ്രചരിപ്പിച്ചപ്പോൾ അവരിവിടെ ഉണ്ടാക്കിയ ഒരൊറ്റ പള്ളിയിലും അറബിയല്ലാത്ത ഭാഷയിൽ അവർ ഖുത്ബ നടപ്പാക്കിയില്ല. അവർ നിർമ്മിച്ച ഒരൊറ്റ പള്ളിയിലും അവർ പെണ്ണിനെ ക്ഷണിച്ചു കൊണ്ടുവന്നില്ല. അവരിവിടെ പഠിപ്പിച്ച ഒരൊറ്റ സ്ഥലത്തും അവർ 20-ൽ കുറഞ്ഞ തറാവീഹ് നടപ്പാക്കിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ അറബിക്കടലിലെ തിരമാലകളെ ഭേദിച്ച് യാതൊരു ആധുനിക സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്ത കാലത്ത് വെറും അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരൊറ്റ അനുയായികളും ഈ കേരളത്തിൽ ഇന്ത്യ രാജ്യത്തില്ലാത്ത സമയത്ത്, ഇവിടെ മുഴുവനും ഹിന്ദുക്കളും മറ്റ് മതക്കാരും മാത്രമുള്ള സമയത്ത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ ഇവിടെ വന്ന സഹാബത്ത്, ആ സഹാബത്ത് ഇവിടെ നിർമ്മിച്ച പള്ളി, ആ പള്ളി നിർമ്മിക്കാൻ ഇവിടുത്തെ ഹിന്ദുക്കളാണ് സ്ഥലം കൊടുത്തത്. അവരെ ബഹുമാനിച്ച ഇവിടുത്തെ ഹിന്ദുക്കളാണ് അവരോട് സഹകരിച്ചത്. അവരാദരിച്ചതും ആത്മീയ നേതാക്കളായി ബഹുമാനിച്ചതും ഈ രാജ്യത്തെ ഹിന്ദുക്കളാണ്. ഹിന്ദുക്കൾ മുസ്ലിങ്ങളുടെ വിരോധികളാണെന്ന് പറഞ്ഞ് ആരും ഇവിടെ ഭീകരത പ്രചരിപ്പിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ വന്ന ആത്മീയ നേതാക്കളായ മഹാന്മാർ, നമുക്കറിയാം, ഈ നമ്മുടെ നാദാപുരത്ത് വഫാത്തായിപ്പോയ
നാദാപുരത്ത് ഒരുപാട് കാലം ദർസ് നടത്തിയ ബഹുമാനപ്പെടുത്തുകയാണ് ഉസ്താദ്. അല്ലാഹു അവിടുത്തെ ഖബറിനെ സന്തോഷത്തിലാക്കട്ടെ, ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഏത് മുസ്ലിമും ഹിന്ദുവും ബഹുമാനപ്പെട്ടവരെ ബഹുമാനിക്കുമായിരുന്നു. അതുപോലെ കുത്തുബി തങ്ങളെ എല്ലാവരും ബഹുമാനിക്കുമായിരുന്നു. പാറക്കുളം വലിയ ഖാദിയാർ വഫാത്തായിപ്പോയി, കണാരൻ ഉസ്താദ് വഫാത്തായിപ്പോയി. എന്നിട്ട് ആലിമീങ്ങളെ എല്ലാ മതക്കാരും ബഹുമാനിക്കുമായിരുന്നു. കാരണം അവർ ആത്മീയ നേതാക്കളാണ്. ആത്മീയ നേതാക്കളെ ബഹുമാനിക്കാത്തവരുണ്ടോ ഇവിടെ? അതേ സമയത്ത് ഞാൻ നിങ്ങൾ കണ്യത്ത് ഉസ്താദ്, ഏത് ഏത് കക്ഷികളും ഏത് മതക്കാരും ബഹുമാനിക്കുമായിരുന്നു. അങ്ങനെയല്ലേ ആത്മീയ നേതാക്കൾ? ഈ ആത്മീയ നേതാക്കൾ ബഹുമാനപ്പെട്ട ഉള്ളാളം തങ്ങൾ കാര്യമായിട്ട് എന്ന് പറഞ്ഞ സംഗതിയ. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വന്നപ്പോ ഉള്ളാളം തങ്ങൾ മക്ബറയിലുള്ളപ്പോ പിന്നിൽ ഇന്ദിരാഗാന്ധി വന്ന് നിന്നുപോയി. ഉള്ളാളം തങ്ങൾ പിന്നിൽ ഇന്ദിരാഗാന്ധി വന്ന് നിന്നുപോയി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉള്ളാളത്തി സ്ഥാപനത്തിൽ വന്നാൽ പ്രധാനമന്ത്രിയോട് നിങ്ങൾ ഇങ്ങോട്ട് കയറണ്ടെന്ന് പറയാൻ ഞങ്ങൾ മുജാഹിദാണോ? നിങ്ങളെപ്പോലെ വിഡ്ഢികളാണോ നിങ്ങൾ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു സ്ഥാപനത്തിൽ വരുമ്പോ നീ പെണ്ണായതുകൊണ്ട് നിങ്ങൾ കയറണ്ട എന്ന് പറയാൻ നിങ്ങളെപ്പോലത്തെ സാംസ്കാരിക ശൂന്യതയും ഞങ്ങൾക്കില്ല. ഇന്ദിരാഗാന്ധി ഞങ്ങൾക്കറിയാം, ഇന്ദിരാഗാന്ധി മുസ്ലിമല്ല. ഇന്ദിരാഗാന്ധി നമ്മുടെ മതത്തിന്റെ ആചാരം പാലിക്കില്ല. ഞങ്ങളെ ഈ പള്ളി നിർമ്മിക്കുന്ന മുജാഹിദുകൾ കണ്ടിരുന്നോ? എത്ര പെണ്ണുങ്ങൾ കൊട്ടയ സാധനം എടുത്തുകൊണ്ട് പോയിട്ടാണ് നിർമ്മിച്ചത്. പേരോട് മുസ്ലിം പെണ്ണുങ്ങളില്ല എവിടെയെന്ന് ചോദിച്ചാൽ ശരിയാവോ? ഞങ്ങളെ പള്ളി ഇവിടെ പണിയെടുക്കുമ്പോ എത്ര പെണ്ണുങ്ങൾ കൊട്ടയ സാധനം എടുത്തു പോകുന്നുണ്ട്. ഇതുപോലെ ഓരോ ദിവസവും നമ്മളെ വീട്ടിൽ നിന്ന് ജോലി എടുക്കുമ്പോൾ എത്ര സ്ത്രീകൾ വരുന്നുണ്ട്. അവിടെ അമുസ്ലിം സ്ത്രീകൾ വരുമ്പോ ഒരു വർദ്ധയിട്ട് വരണമെന്ന് പറയാനാ? അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് കയറണ്ടാതെ നമുക്ക് വള്ളി ഉണ്ടാക്കാൻ കഴിയുമോ? ഇത്ര തലച്ചോറില്ലാതെയായി പോയല്ലോ ഈ മുജാഹിദ് എന്ന് എനിക്ക് മനസ്സിലാകും. ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉള്ളാളത്ത് വന്നപ്പോ തങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ചവൻ പിന്നിൽ നിന്നത് ഈ ഒരു വിഷയാക്കിയിട്ട് പറഞ്ഞിരിക്കുക. ഇതാ മുജാഹിദ് ഉണ്ടാക്കാൻ കാരണം. നിങ്ങൾ ജുമാന്റെ ബാങ്ക് ഒന്നാക്കാൻ കാരണം ഉള്ളാളത്ത് ഇന്ദിരാഗാന്ധി വന്നതുകൊണ്ടാ? നിങ്ങൾ ഈ സമുദായത്തോട് മറുപടി വരണം. നിങ്ങൾ ഞാൻ ഇഞ്ഞി പറഞ്ഞിട്ടൊന്നും വിടൂല. ഓരോന്നിനും കണക്ക് കഴിച്ചിട്ടല്ലാതെ വിടൂല. ഓരോന്നിനും മറുപടി വരണം. നിങ്ങൾ ജുമാന്റെ ബാങ്ക് രണ്ടുള്ളത് ഒന്നാക്കിയത് ഇന്ദിരാഗാന്ധി ഉള്ളാളത്ത് വന്നുകൊണ്ടാണ്. നിങ്ങൾ ബാങ്ക് രണ്ടുള്ള ഒന്നാക്കിയത്? മറുപടി പറയണം നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് എവിടെയാ പോയിക്കൂടാത്തത്? പിന്നെ നമ്മുടെ രാജ്യത്തിന് യാതൊരു വിലയില്ലേ? ഇന്ദിരാഗാന്ധി, ഞാൻ പറയട്ടെ, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണോ? ഇപ്പൊ ഇവിടുത്തെ കലക്ടർ, കോഴിക്കോട് കലക്ടർ ഒരു അമുസ്ലിം സഹോദരിയായിരിക്കും, അല്ലെ മുസ്ലിം സഹോദരിയായിരിക്കാം. അങ്ങനെ ഒരു സ്ത്രീ വന്ന് നമ്മളെ പള്ളി ഒന്ന് കാണണമെന്ന് കലക്ടർ പറഞ്ഞാല് കലക്ടർ ഒന്ന് ഇവിടെ കയറണ്ടെന്ന് പറയാനാ? ഇവിടെ കലക്ടർ വന്നാൽ കയറാൻ സമയം കൊടുക്കും. അതിന്റെ പേരിൽ പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് ഓഫീസിലിരുത്താൻ നിങ്ങളെ മൗലവിമാരെ ഓഫീസിലിരുത്താൻ എന്താ വകുപ്പ്? നിങ്ങൾ അതിന്റെ പേരിലാണോ ഇതുണ്ടാക്കുന്നത്? നിങ്ങൾ നമ്മൾ തമ്മിലെ തർക്കം അവിടെയല്ല. നിങ്ങൾ തമ്മിലെ തർക്കം പ്രധാനമന്ത്രിക്ക് ഒരു സ്ഥാപനത്തിൽ വന്നൂടെ എന്നുള്ളതല്ല. മുജാഹിദും സുന്നിയും തമ്മിലുള്ള തർക്കം. മുജാഹിദും സുന്നിയും തമ്മിൽ ആ വിഷയത്തിലുള്ള തർക്കം എന്താ? നിങ്ങൾ പറയുന്നത് പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുവരണം. അതെന്തിനാ? ജുമാ ജമാഅത്ത് പങ്കെടുക്കാൻ വേണ്ടി കൊണ്ടുവരണം. ഞങ്ങൾ പറയുന്നു അങ്ങനെ കൊണ്ടുവരണ്ട. അതെന്താ കാരണം? ഞങ്ങൾ പറയുന്നത് എന്താണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഞങ്ങൾക്ക് നേതാവ്. നിങ്ങൾ നേതാവാരാണ് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നു, വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരുടെ വീടാണ് ഖൈറ്. വീടാണ് ഖൈറ് എന്ന് റസൂലുള്ളാഹി പറയുമ്പോ അത് സഹീഹാണെന്ന് ഇമാമിങ്ങളൊക്കെ പറഞ്ഞതിന്റെ പുറമെ നിങ്ങളെ ഏറ്റവും വലിയ നേതാക്കളായി നിങ്ങൾ പറയുന്ന അൽബാനി പറയുന്നു ആ ഹദീസ് സഹീഹാണ്, ഇബ്നു ബാസ് പറയുന്നു ആ ഹദീസ് സഹീഹാണ്, വിദേശത്തുള്ള എല്ലാ സലഫി പണ്ഡിതരും പറയുന്ന ഹദീസ് സഹീഹാണ്. തർക്കമില്ല. നിങ്ങളുടെ ഇബ്നു തൈമിയ, അയാളെ കാണും ഹദീസ് അറിയുന്ന ഒറ്റ ആളുമില്ല ഞങ്ങളുടെ പുസ്തകത്തിലുള്ളത്. ആ ഇബ്നു തൈമിയ ഇവിടെ മുത്തഫഖുൻ അലൈഹി, തർക്കമില്ലാത്ത ഹദീസാണ്. അപ്പൊ തർക്കമില്ലാത്ത ഹദീസാണെന്ന് നിങ്ങളെ പണ്ഡിതന്മാര് സമ്മതിച്ച ഹദീസിൽ വ്യക്തമായി പറയുന്നു, ഉപയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരുടെ വീടാണ് ഖൈറ്. ഈ ഖൈറ് എന്തിന് നിങ്ങൾ നിഷേധിക്കണം? ഈ ഖൈറും വിട്ട് നിങ്ങൾ സ്ത്രീകളെ എന്തിനു പള്ളിയിലേക്ക് കൊണ്ടുവരണം ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി അറിയാൻ കഴിയാതിരിക്കുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉള്ളാളത്ത് വന്നിരിക്കുന്നു എന്ന് അതിന്റെ മറുപടി നല്ല ജോറ മറുപടിയായി. അതാണോ അതിന്റെ മറുപടി? ഞാൻ പറയട്ടെ, ഇവിടുന്ന് പ്രസംഗത്തിൽ പറയാ 50 കൊല്ലത്തിലിടക്കാണ് ഈ പെണ്ണുങ്ങൾ വള്ളിയിൽ പോകണമെന്നുള്ള വാദം വന്നത്. ഇത് ശാന്തപുരം പറഞ്ഞു എന്റെ സ്ക്രീനിൽ കാണിക്കാൻ. എന്ത് സ്ക്രീൻ? നിങ്ങളെന്താ കാണിച്ചത്? നിങ്ങൾ സ്ക്രീന് കാണുമ്പോഴേക്ക് സുന്നികൾ മേടിച്ചു പോന്നാ? ഞങ്ങൾ ഇങ്ങനത്തെ സ്ക്രീന് മാത്രമല്ല അപ്പുറവും കണ്ടവരാ ഞങ്ങൾ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് അങ്ങനെ വെയിലത്ത് മുളച്ച സാധനം, ഈ തീയിൽ മുളച്ച സാധനം വെയിലത്ത് വാളൂല എന്ന് പറഞ്ഞില്ലേ? ഞങ്ങളിവിടെ നിങ്ങളെ പോലത്തെ ഓരോരുത്തരെയും ഇരുത്തന്റെ അടുത്ത് ഇരുത്തിയിട്ട് തന്നെയായി പരിപാടിക്ക് നടക്കുന്നത്. ഈ കാര്യം നിങ്ങൾ ഓർമ്മിച്ചോളൂ. നിങ്ങളറിയോ, ഇത് നാദാപുരം, ഇത് നല്ല മഹാന്മാര് ജീവിച്ചു വന്ന സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഈ ജില്ലവും കോച്ചില്ലവുമാണ് നാദാപുരം. അതേ സമയത്ത് നിങ്ങൾ 50 കൊല്ലം കിടത്തി ചികിത്സിച്ച സ്ഥലമല്ലേ കുറ്റ്യാടി? ആ കുറ്റ്യാടിയിൽ വന്ന് 40 ദിവസം വയല് പറഞ്ഞിട്ട് നിങ്ങളെ മുഴുവൻ മൗലവിമാരെയും ഞാൻ വിളിച്ചിട്ട് ഒരൊറ്റ മൗലവി ഞാനുമായി നേരിടാൻ ഇന്നുവരെ വന്നോ? നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഹൂക്കളകാൻ
നിങ്ങളുടെ ആ ഈറ്റില്ലവും പോറ്റില്ലവും തകരുമ്പോ അവിടെ വന്ന് പറഞ്ഞുകൂടായിരുന്നോ ഈ വിഷയം? ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്കൊരു കാര്യം പറയട്ടെ. ഇതാരാ? കേരളത്തിൽ ആദ്യമായി പള്ളിയിൽ പോയ പെണ്ണാണ്. ഫോട്ടോ. ഇത് മുജാഹിദിന്റെ പുടവ വനിതാ മാസിക. ഇതില് ആരാണത്? ഈ പാദധന്യം കേട്ടോളെ. വെള്ളാറമ്പാറ ഖദീജക്കുട്ടി കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധന കർമ്മങ്ങൾ പങ്കെടുത്ത 2 മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക. ഒന്ന് ഖദീജക്കുട്ടി, പിന്നെ ഒന്ന് PK ആമിന. 2 ആളാ ആദ്യമായിട്ട് സഹാബത്തിന്റെ കാലത്ത് ഇസ്ലാം മതം വന്ന ഇവിടെ ആദ്യമായിട്ട് പള്ളിയിൽ പോയ 2 പെണ്ണുങ്ങൾ. ഒന്ന് ഖദീജക്കുട്ടി, ഒന്ന് ആമിന. എന്നാ ഖദീജക്കുട്ടി എന്താ പോവാൻ കാരണം ഇതിൽ പറയുന്നുണ്ട് കേട്ടോളെ. ഇസ്ലാഹി തറവാട്ടിലെ പ്രമുഖ പണ്ഡിതന്മാർ ഇടയ്ക്കിടെ ഖദീജക്കുട്ടിയെ സന്ദർശിക്കാറുണ്ട്. എങ്ങനെ? ഖദീജക്കുട്ടി പള്ളിയിലെത്തി എങ്ങനെയാന്നാ പറയുന്നത്? ഖദീജക്കുട്ടി വീട്ടിലിരിക്കുന്ന ഖദീജക്കുട്ടി എങ്ങനെയാ പള്ളിയിലെത്തിയത് എന്നുള്ളത് നിങ്ങളെ പുടവേൽ നിങ്ങൾ എഴുതിയതാ, ഞങ്ങളറിയതല്ല. എങ്ങനെയാ എത്തിയത് കേട്ടോളി. ഇസ്ലാഹി തറവാട്ടിലെ പ്രമുഖ പണ്ഡിതന്മാർ ഇടയ്ക്കിടെ ഖദീജക്കുട്ടിയെ സന്ദർശിക്കാറുണ്ട്. ഇക്കൂട്ടത്തിൽ KNM സംസ്ഥാന സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവിയെ അവർ പ്രത്യേകം പേരെടുത്തു പറഞ്ഞു. നമ്മളെ മുജാഹിദ് ബോയ്സ് പറഞ്ഞല്ലോ, കച്ചം പഠിക്കലിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞില്ലേ, അയാൾ ഇടക്കിടക്ക് വരുമ്പോഴും ആരടുത്ത്? ഖദീജക്കുട്ടിന്റെ അടുത്ത്. എന്നുവെച്ചോ പേരെടുത്ത് പറഞ്ഞു. ഈ അടുത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വന്ന് കുശലാന്വേഷണം നടത്തിയിരുന്നു. ഖദീജക്കുട്ടിയോട് കുശലാന്വേഷണം. ആര്? AP അബ്ദുൽ ഖാദർ മൗലവിയെ ഇങ്ങനെ കുശലാന്വേഷണം നടത്തിയിട്ട് ഖദീജക്കുട്ടി പറയാ. ഖദീജക്കുട്ടിയോടൊപ്പം ആദ്യഘട്ടത്തിൽ പള്ളിയിൽ പോയിരുന്നവരിൽ ജീവിച്ചിരിക്കുന്ന ഏക സ്ത്രീ ഒതായിലെ PK ആമിനയാണ്. അവർ പല സ്ത്രീകളെയും ഇക്കാര്യത്തിൽ ബോധവൽക്കരണ ദത്തശ്രദ്ധരായിരുന്നു. ഇങ്ങനെ എന്ത് ചെയ്തു? ഈ പള്ളിയിൽ പോക്ക് ആദ്യമായിട്ട് തുടങ്ങിയത് ഈ ആമിനയും ഖദീജക്കുട്ടിയാണെന്ന് കാന്തപുരം പറഞ്ഞതല്ല. നിങ്ങളെ പത്രമാ കൊണ്ടുവന്നിട്ട് ഈ സ്ക്രീനിൽ കാണിക്കേണ്ടത്. ആരാദ്യം നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അതാ കാണിക്കേണ്ടത്. കാന്തപുരം പറഞ്ഞോ? കാന്തപുരം പറഞ്ഞത് വിഷയം ശരിയല്ലേ? ഇങ്ങനെ പള്ളിയിൽ സ്ത്രീകൾ പോകണം എന്ന് പറയുന്ന ഒരാശയം, അങ്ങനെ ഒരാശയം മുൻകാലത്ത് ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഇവിടെ ഹനഫി മദ്ഹബിന്റെ കിതാബ് നോക്കിയാൽ പച്ച ഹറാമാണ് ഇതില് ഇമാം ഖസാനിയെ പോലുള്ളവർ പറഞ്ഞത്. കറാഹത്ത് എന്ന് പറഞ്ഞാലും ഹറാമാണെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും പോകണ്ട എന്നതിനുണ്ടോ തർക്കം? പോകണ്ട എന്നതിൽ ആർക്കാണ് തർക്കം? എന്നിട്ട് സുബ്ഹാനല്ലാഹ്, എന്തിന് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണം എന്നൊരു നിയമം കൊണ്ടുവന്നിട്ട് അതിന് തെളിവ് ഉള്ളാളത്തെ മക്ബറയുടെ സമീപത്ത് ഇന്ദിരാഗാന്ധി വന്നിരിക്കുന്നു. ഇതാണോ ഖുർആൻ? ഇതാണോ ഹദീസ്? മുസ്ലിം ലോകത്തെ നിങ്ങൾ എന്തിന് ഭിന്നിപ്പിക്കുന്നു? ഇതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നതിനെ സംബന്ധിച്ച്, ജമാഅത്തിന് പോകുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളുടെ സെലഫികളായ നേതാക്കൾ, ഉദാഹരണത്തിന് നോക്കൂ, ഇബ്നു ബാസ്, അബ്ദുൽ അസീസ് ഇബ്നു ബാസ്, മൗലിദ് വയ്ക്കാൻ പാടില്ല ഫത്വ കൊടുത്ത ആളല്ലേ അദ്ദേഹം? സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി അല്ലേ അദ്ദേഹം? സെലഫി പണ്ഡിതനല്ലേ അദ്ദേഹം? അദ്ദേഹം അൽ മുസ്ലിമൂൻ 1997 ജനുവരി 24 അതിൽ അയാൾ എഴുതുന്നു. നോക്കൂ, സലാത്തുൽ മർഅതി ഫീ ബൈതിഹാ ഖൈറുൽ ലഹാ വ അഫ്ളൽ. സ്ത്രീകൾക്ക് അവരുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഖൈറും ശ്രേഷ്ഠതയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പക്ഷേ നിങ്ങൾക്കിവിടെ യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് പള്ളിയിൽ സ്ത്രീകളെ കൊണ്ടുവരണം, എന്നിട്ട് മുസ്ലിമുകളെ ഭിന്നിപ്പിക്കണം. എന്തിനീ ഭിന്നിപ്പ് നടത്തണം? സഹോദരന്മാരെ, ഞാൻ ചുരുക്കി പറയട്ടെ. പള്ളി, അല്ലാഹുവിന്റെ പള്ളിയിൽ ആര് ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, ആ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് പല ആളുകളിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. നിങ്ങൾക്ക് കേൾക്കണോ? ഒതായി പള്ളിയിലാണ് ആദ്യമായി സ്ത്രീകൾ പള്ളിയിൽ പോയ സ്ഥലം ഒതായി. എന്നാ ഒന്നുകൂടി ഞാൻ പറയാം. ഈ ഒതായിലാണ് ആദ്യമായി പള്ളിയിൽ വെച്ച് ബലാത്സംഗം നടന്നത്. ആദ്യമായി ആമിനക്കുട്ടിയും ഫാത്തിമക്കുട്ടിയല്ലേ പോയത്? അപ്പള്ളിയിലാണ് ആദ്യമായി പള്ളിയിൽ ബലാത്സംഗം നടന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടോ? മൗലവി പറയുന്ന പേരോട് എത്ര മാസക്കാഫി വന്നാൽ ഫോട്ടോ കോപ്പി വിതരണം ചെയ്യും, എന്നിട്ട് പൈസ ഉണ്ടാക്കുന്നു. മൂപ്പര് ഷാർജയിൽ പോയത് എന്തിനാണെന്നറിയോ? കഅബ ഉള്ളതുകൊണ്ടാടാ. മൂപ്പര് നാട് വിട്ട് ഷാർജയിൽ പോയി. നിങ്ങൾ എന്തിനാ മൗലവി ഷാർജയിൽ പോയത്? എന്തിനാ ഷാർജയിൽ കഅബ ഉണ്ടോ? എന്തിനാ പോയത് ഷാർജയിൽ? പണം ഉണ്ടാക്കാനല്ലേ? പണം ഉണ്ടാക്കാൻ വേണ്ടി നാടും വിട്ടുപോയ മൗലവി പറയാ പേരോട് നാട്ടിൽ നിന്നിട്ട് ഫോട്ടോ കോപ്പി എടുത്ത് പണം ഉണ്ടാക്കും. ഞാൻ പണം ഉണ്ടാക്കുന്നത് കാണാനുണ്ട് ഇവിടെ ഒക്കെ കേട്ടോ. അതിവിടെ കാണാനുണ്ട്. നിങ്ങളെ പോലെ ബാറ്റിൽ ആക്കിയിട്ട് പിന്നെ അവസാനം ടാങ്കിക്ക് വകുപ്പുണ്ടാക്കലല്ല.
അതുകൊണ്ട് വേണ്ടാത്തതൊന്നും പറയണ്ട, ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി. ഞാനതൊക്കെ വിട്ടതായിരുന്നു, രണ്ടാമത് എന്നെ കൂടെ ഒന്നും തുടങ്ങിക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ആലോചിക്കണം. ഈ മൗലവി പറയും ഫോട്ടോ കോപ്പി കൊടുക്കും. നിങ്ങൾക്ക് എന്താ ഇത്ര ഒരു ബേജാറ് ഞാൻ ഫോട്ടോ കോപ്പി കൊടുക്കുമ്പോ? അതുപോലെ പേരോട് വേണ്ടി പച്ചക്കള്ളമാണ് എന്ന് പറയും. നിങ്ങൾ ഇതിനാ ബേജാറാന്ന്? പച്ചക്കള്ളല്ലേ, സത്യം നിങ്ങൾ തെളിയിച്ചാൽ പോരെ? ഞാൻ നിങ്ങളെ വിളിക്കുന്നില്ലേ? പച്ചക്കള്ളമാണെന്ന് പേരോട് പറയും. നിങ്ങൾ ബേജാറാന്ന്? പച്ചക്കള്ളമാണെന്ന് പേരോട് പറയും. ഞാൻ പച്ചക്കള്ളമാണെന്ന് നിങ്ങൾ പറയുന്നത് അവര് താഴെ വരെ പച്ചക്കള്ളമാണ്, യാതൊരു തർക്കമില്ല. ഇനി നിങ്ങൾക്ക് അതല്ലാതെ തെളിയിക്കാനുണ്ടോ? വരൂ, നമുക്ക് നേരെ നന്നായിട്ട് സംസാരിക്കാമല്ലോ. പരസ്യമായിട്ടായിരിക്കണം, പിന്നെ എല്ലാവരും കേൾക്കണം. പിന്നെ അവിടെ മൂടി വെക്കാനൊന്നും പാടില്ല. പരസ്യമായിട്ട് എല്ലാവരും കേൾക്കുന്ന രൂപത്തിലായിരിക്കും ഞാൻ വിളിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനിപ്പോൾ ഒരു ഫോട്ടോ കോപ്പി തരുന്നു. ആരും പൈസയ്ക്ക് കൊടുത്ത് വെറുതെ വാങ്ങണ്ട, വേണമെങ്കിൽ വാങ്ങിയാൽ മതി. ഈ ഫോട്ടോ കോപ്പി എല്ലാവർക്കും ഒന്നും തരാനില്ല, കുറച്ചേ ഉള്ളൂ. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് അത്യാവശ്യം മുജാഹിദുകൾ അവിടെയും ഇവിടെയും ഇരുന്നിട്ട് എന്താ കള മാല, എന്താ കള മൗലൂദ് നയിക്കുന്ന മൗലവിമാരുണ്ടാവും. ആ മൗലവിമാരെ ചെറിയ ഇതിന് ഒരു മണപ്പിച്ചു കൊടുക്കാൻ നിങ്ങളെ കയ്യിലുണ്ടാകാ. ഇതിലെന്താ ഉള്ളത്? ഒന്ന് ഉമർ മൗലവിയുടെ മാല. മുഹീദ്ദീൻ മാല ചെല്ലിയാ കാഫിറാവും. ഉമർ മാല ചെല്ലിയാലോ സ്വർഗ്ഗത്തിൽ കിടക്കും. ഉമർ മൗലവിന്റെ മാല. ഈ ഉമർ മൗലവിന്റെ മാല എങ്ങനെ? ഞാൻ ഒന്ന് കേൾപ്പിക്കാം. അയാളെ ഫോട്ടം വെച്ചിട്ടാ മാല. അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ ഈ അയ്യപ്പ ഭക്തന്മാരൊക്കെ ഫോട്ടം വെച്ചുകൊണ്ട്, അത് അവരെ മതത്തിന്റെ ആചാരാണ്. ഇവര് ഈ ഫോട്ടം വെച്ചിട്ടാ മാല. നമ്മളെ മുഹീദ്ദീൻ മാലൊന്നും ഫോട്ടോ ഒന്നുമില്ല. എന്നിട്ട് മാല മർഹൂം കെ ഉമർ മൗലവി. അവിടെ തന്നെ എനിക്ക് സംശയമുണ്ട്, മർഹൂം റസൂലുള്ള ഇങ്ങനെ ആളുകളെ പേരോരോ മർഹൂം എന്നറിയാറുണ്ടോ? മൗലവി ആദമുസ്സലാത്ത് റസൂലുള്ള ചൊല്ലിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, മർഹൂം എന്ന് റസൂലുള്ള മരണപ്പെട്ടവരുടെ പേര് പറയുമ്പോൾ മർഹൂം എന്ന് പറയാറുണ്ടോ മൗലവി? ഉണ്ടെങ്കിൽ കൊണ്ടുവാ, കാണിക്കാ ഹദീസ്. മർഹൂം എന്ന് റസൂലുള്ള പറയാറുണ്ടായിരുന്നു, ഹദീസ് കൊണ്ടുവാ. നിങ്ങൾക്ക് എന്തും പറയാൻ ഞങ്ങൾക്കൊന്നും പറഞ്ഞൂടല്ലേ? അത് നോക്കാൻ മതി. മർഹൂം കെ ഉമർ മൗലവി. കേട്ടോളൂ, മാല കേട്ടോളൂ. സ്വർഗത്തിലേക്കു കൂതിച്ച് ഹോ ചേതന വേദന ശാന്തിതൻ സായുജ്യമാകുവാൻ സ്വാർത്ഥമാം ജീവിതം നൽകി ദരിദ്രർക്കു സമ്മാനമായി സൽചരിത്രമായി. ഇത് ഉമർ മൗലവിന്റെ മാലയാ. ഈ മാലിന്റെ തുടക്കം തന്നെ സ്വർഗത്തിലേക്കു കൂതിച്ച് ഹോ ചേതന. ഉമർ മൗലവി സ്വർഗത്തിലേക്ക് ഒരൊറ്റ കുതിക്കല. അപ്പൊ ഫോട്ടോ എടുക്കാനുണ്ടായി നമ്മളാരി ഹുസൈൻ സെൽഫി. എന്തിന്? ഉമർ മൗലവി സ്വർഗത്തിലേക്ക് കുതിക്കുമ്പോ ക്യാമറയും കൊണ്ട് ഇങ്ങനെ, അത് CD എന്തേ കാണിക്കാൻ ഞങ്ങൾക്കൊന്ന് കണ്ടുകൂടായിരുന്നോ? ഉമർ മൗലവി സ്വർഗത്തിലേക്ക് കുതിക്കുന്ന സുന്നികളെ കാണിച്ചു കൊടുത്താൽ നാദാവർ മുഴുവൻ മുജാഹിദാവൂലായിരുന്നോ? ഓ മൗലവിമാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഈ സ്വർഗത്തിലേക്കു കൂതിച്ച് ഹോ ചേതന, നിങ്ങളെ അൽ-ഇസ്ലാഹി മാസിക 2000 ഏപ്രിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ട് ഞാൻ അതിനെതിരെ സംസാരിക്കുന്നത് വരെ നിങ്ങളെ കൊടുക്കാൻ ഞാൻ അതിനെതിരെ സംസാരിക്കുന്നത് വരെ നിങ്ങൾ അതിനനുസരിച്ച് മിണ്ടിയോ? ഞാൻ പറയട്ടെ. അപ്പൊ സ്വർഗത്തിലേക്ക് ഒരൊറ്റ കുതിക്കല. എന്നാ മുജാഹിദിന്റെ വിചിന്തനം ജനുവരി 2002 അതിന്റെ കോപ്പി എന്റെ സൈഡിൽ തന്നെ കൊടുക്കുന്നു. അതിൽ പറയുന്നേ, സ്വർഗത്തിലേക്ക് പോയി ഒരാളെ പറ്റിയും പറയാൻ പാടില്ല എന്നാ. കേട്ടോളെ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായ കാഴ്ചയിൽ എത്ര നല്ലവനായി മരിച്ചാലും അവന്റെ അന്ത്യാവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് നിർണയിക്കുവാൻ സാധ്യമല്ല. അള്ളാഹുവോ അവന്റെ റസൂലോ സാക്ഷ്യം വഹിക്കാത്ത ഏതെങ്കിലും വ്യക്തിയെപ്പറ്റി അവൻ സ്വർഗാവകാശി എന്ന് പറയാനും വിശ്വസിക്കുവാനും പ്രചരിപ്പിക്കുവാനും പാടില്ല. അപ്പൊ വിചിന്തനം തന്നെ മാസികയിൽ മുജാഹിദ് പറയുന്നത് ഒരാളെ പറ്റിയും സ്വർഗത്തിലാന്ന് പറയാൻ പാടില്ല. എന്നാ ഉമർ മൗലവിന്റെ മാലന്റെ തുടക്കം തന്നെ സ്വർഗത്തിലേക്കു കൂതിച്ച് ഓ ചേതന വേദന ശാന്തിതൻ സായുജ്യമാകുവാൻ. നിങ്ങളിങ്ങനെ ആയിപ്പോയില്ല നമ്മളെ വേദന, കേട്ടോ. നിങ്ങളിങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള വേദന നമുക്കിതാ. മാല ഒന്ന് കിടന്നോട്ടെ നമ്മളെ CD-യിൽ. മാല, ഉമർ മൗലവിന്റെ മാല. ഇനി നിങ്ങൾക്കൊന്ന് വെക്കണം, ഇതിൽ വിതരണം ചെയ്യുന്ന സംഗതികളെ ഞാൻ വായിക്കുന്നത്. പിന്നെ ഒന്ന് വിതരണം ചെയ്യുന്ന അറിയോ? ഇതിൽ വേറെയും പലതുണ്ട് മാലയിൽ. പിന്നെ പറയുന്നത് അറിയോ? കേരളം ഉണ്ടാക്കിയെന്ന് ഉമർ മൗലവി എന്നാ. അള്ളാഹ് ഖുർആനിൽ ആദ്യമായിട്ട് ഇറക്കിയ ആയത്ത് അള്ളയാണ് സൃഷ്ടിച്ചതാ. സൃഷ്ടിച്ചവനായ അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങി ഓതണം. ആദ്യമായിട്ട് അള്ളാഹ് ഇറക്കുന്ന ആയത്താണ്. പഠിച്ചത് അള്ളയാണ്, പഠിച്ചവൻ അള്ളയാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ പഠിച്ചവന്റെ പേര് പറഞ്ഞ് ഓതണോ? അതുകൊണ്ട് ആ ബിസ്മി ഓതിയിട്ട് നമ്മളെ ഭാത്തിയൊക്കെ ഉണ്ടാകുക. നിങ്ങളൊന്ന് നോക്ക്, മുജാഹിദിന്റെ അരിയ പള്ളിയിൽ, ഇവിടെ എങ്ങനെ നിങ്ങൾക്ക് അറിയില്ല, മുജാഹിദിന്റെ പള്ളിയിൽ ബിസ്മി ഓതൂല. ബിസ്മി ഓതൂല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു തർക്കാണ്. നിങ്ങൾ നമ്മൾ തമ്മിലെ തർക്കായി പറയുന്നത്
നിങ്ങൾ നമ്മൾ തമ്മിൽ തർക്കം. നാദാപുരം ജുമാഅത്ത് പള്ളിയിൽ ബിസ്മി ഓതുന്നു, ഈ സിറാജുൽ ഹുദ പള്ളിയിൽ ബിസ്മി ഓതുന്നു, ഞങ്ങളെ പള്ളികളിലൊക്കെ ബിസ്മി ഓതുന്നു, നിങ്ങളെ പള്ളിയിൽ ബിസ്മില്ല, ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മില്ല. നാദാപുരത്തെ ജനങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാൻ. അപ്പൊ ഞങ്ങൾ മൗലവിമാരും മുസ്ലിംമാരും തമ്മിലൊരു തർക്കാണിപ്പോ, ബിസ്മി ഓതണോ വേണ്ടേ അല്ലേ, ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ ഇല്ലേ തർക്കാണ്. നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഈ മൗലവിമാരെ പിന്നാലെ നടക്കുന്ന ചില ആളുകളുണ്ടല്ലോ, വിവരമില്ലാതെ പെട്ടുപോയ ചില ഡോക്ടർമാര്, വിവരമില്ലാതെ പെട്ടുപോയ ചില മാഷന്മാര്, വിവരമില്ലാതെ പെട്ടുപോയ ചില പഞ്ചായത്തോ ബ്ലോക്കോ മെമ്പറോ എന്തല്ല, അങ്ങനെയൊക്കെ പെട്ടുപോയ ചില വിവരമില്ലാത്തവരുണ്ട്. അവർക്കൊക്കെ സന്മാർഗം കാണിച്ചു കൊടുക്കണം. എനിക്ക് അവരോടൊന്നും വിരോധമില്ല, അവർ അറിവില്ലാതെ പെട്ടുപോയതാണ്. അവർക്കൊക്കെ ഞാൻ പറയുന്നതായിരിക്കും ശരിക്കും അവർ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ മതി. അവരൊന്ന് മുജാഹിദിലേക്ക് പോകുമ്പോൾ നാട്ടുകാരെന്നുള്ളവർക്ക് എന്നോട് കൂടി ചോദിച്ചിട്ട് പോയെങ്കിൽ വളരെ നന്നായി പോകും. കാരണം ഒരു വിഷയത്തെക്കുറിച്ച് അറിയുന്നവരോട് ചോദിച്ചിട്ട് പോകുന്നതിൽ എപ്പോൾ നല്ലത്. ഞാൻ പറയാം, നിങ്ങളോട് ചോദിക്കട്ടെ, നാദാപുരം ജുമാഅത്ത് പള്ളിയിൽ ബിസ്മിയുണ്ട് അല്ലേ? നാദാപുരം ജുമാഅത്ത് പള്ളിയിൽ ഫാത്തിഹയ്ക്ക് ബിസ്മിയുണ്ട്, ഇവിടുത്തെ പള്ളിയിലും ബിസ്മിയുണ്ട്. അതേസമയത്ത് മുജാഹിദ് പള്ളിയിൽ ബിസ്മില്ല. ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ ഇല്ലേ ഇപ്പൊ തർക്കാൻ. നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാ, നിങ്ങളൊരു മുസ്ഹഫ് എടുക്കുക. മോനെ, ഒരു മുസ്ഹഫ് എടുത്തോണ്ട് ഒരു ഒതുള്ള ഒരു മുസ്ഹഫ് ഉണ്ടിനി, എന്റെ ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാം. ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ ഇല്ലേ? അതിന് നമ്മൾ ശബാബ് നോക്കണ്ട, സിറാജ് നോക്കണ്ട, റിസാല നോക്കണ്ട, സുന്നി വോയിസ് നോക്കണ്ട, കാന്തപുരം എന്ന് പറഞ്ഞ് നോക്കണ്ട, ഇ.കെ. ഉസ്താദ് എന്ന് പറഞ്ഞ് നോക്കണ്ട, കന്യത്ത് എന്ന് പറഞ്ഞ് നോക്കണ്ട, യുവൻ ഉസ്താദ് എന്ന് പറഞ്ഞ് നോക്കണ്ട, പിന്നെ അർത്ഥം മാറ്റി നോക്കും പറയണ്ട. മുസ്ഹഫ് എടുക്കുക, ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ ഇല്ലേ നോക്കുക. മുജാഹിദിന്റെ പള്ളിയിൽ പോയിട്ട് അപകടം വരുത്തുന്ന ആളുകൾ മനസ്സിലാക്കാനായി ഞാൻ പറയും. നിങ്ങൾ മുസ്ഹഫ് എടുക്കണം, പള്ളിയിൽ നിന്ന് കേട്ടോ, ഇതാ ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ, മുസ്ഹഫ് എടുത്തിടോ എന്ന് പരിശോധിച്ചാളി. ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ? എല്ലാ മുജാഹിദും ഞാൻ പറയാം. മുസ്ഹഫ് കള്ളത്തരുണ്ടാവോ? മുസ്ഹഫിൽ കളവുണ്ടാവോ? ഫാത്തിഹയിൽ നാദാപുരം ജുമാഅത്ത് പള്ളിയിൽ ബിസ്മി ഉണ്ട്, ഈ പള്ളിയിൽ ബിസ്മി ഉണ്ട്, മുജാഹിദ് പള്ളിയിൽ ബിസ്മി ഇല്ല. ഞാൻ ചോദിക്കുന്നു, ബിസ്മി ഫാത്തിഹയിലുണ്ടോ ഇല്ലേ? മുസ്ഹഫ് ഒന്ന് മറിച്ച് നോക്കുക. മുസ്ഹഫ് മറിച്ച് നോക്കാനുള്ള ഒരു ബുദ്ധിയും കൂടി ഇല്ലാത്തവനാണോ മുജാഹിദ് ആകുന്നത്? അള്ളാഹു കാക്കട്ടെ. മുസ്ഹഫ് ഒന്ന് മറിച്ച് നോക്കുക, ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ ഇല്ലേ ഒന്ന് നോക്കിക്കളാ. ഉണ്ടോ ഇല്ലേ? അതിൽ കാണുന്നില്ലേ? ബിസ്മി ഉണ്ട്, ബിസ്മി ഇല്ല, ഫാത്തിഹ ഇല്ല. അങ്ങനെ മുസ്ഹഫ് എന്നെ അതിൽ കാണിച്ചു കൊടുത്തേ സഹോദരന്മാരെ. അപ്പൊ പരിശോധന ഇങ്ങനെ നടക്കണം. ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ ഇല്ലേ? ആദ്യമായിട്ട് ഇറക്കിയ ആയത്താണെന്ന്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ബിസ്മി കൂട്ടിയിട്ടാണ് ഓതേണ്ടത്. ഇഖ്റ ഓതണം. എങ്ങനെ? ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടാവായ പടച്ചവന്റെ പേര് കൊണ്ട് തുടങ്ങി ഓതണം. അതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് വേണ്ട നിങ്ങൾ എന്തിനു പറഞ്ഞു? നമ്മളാട്ടൊക്കെ മുമ്പേ ബിസ്മിയോ, നിങ്ങൾ എന്തിനാ വേണ്ടാന്ന് പറഞ്ഞു? എന്തിനു മുസ്ലിമുകളെ ഭിന്നിപ്പിച്ചു? ഖുർആൻ മറിച്ചോ ബിസ്മി ഉണ്ട്. ഇതാണ് നിങ്ങൾ ഐക്യം എന്തിനു തകർക്കുന്നു എന്നാണ് എന്റെ ചോദ്യം. ഇനി ഞാൻ പറയട്ടെ, എന്നാൽ ഇതിൽ പറയുന്നത് പഠിച്ചത് അല്ല എന്നാണല്ലോ ആദ്യം തന്നെ അല്ല പറഞ്ഞത്, പിന്നെ ഒന്ന് ബിസ്മി ഉണ്ട് എന്നുള്ളത്. എന്നാൽ ഈ നമ്മളെ മാല ഉണ്ടല്ലോ, മർഹൂം ഉമർ മൗലവിന്റെ മാലയെ പറയുന്നത് കേരളം ഉണ്ടാക്കിയത് ഉമർ മൗലവിയാണ് പോലും. അതായത് കേരളം പരശുരാമൻ മെഴുവറിഞ്ഞിട്ടാ ഉണ്ടായെന്നൊരു വിശ്വാസമുണ്ട്. അങ്ങനെയൊന്നുമല്ല സംഗതി. ആരതാണിത്? ഉമർ മൗലവിൻ്റെതാണെന്നാ പറയും. മൗലവിമാർ ഇവിടെ വന്നിട്ട് ഇതുവരെ പ്രസംഗിച്ചപ്പോൾ കാര്യമായിട്ട് പറഞ്ഞത് മരിച്ചവരെ വിളിച്ചിരുന്ന ഒരു കാര്യമായ സംഗതിയെ. ഉമർ മൗലവി മരിച്ചതിന് ശേഷം ഉണ്ടാക്കിയ മൗലവിയില്, ഈ മാലയില് ഉമർ മൗലവിയെ പച്ചയായി വിളിച്ചുകൊണ്ട് പറയുന്ന വാചകം കേട്ടോളൂ. മരിച്ച ഉമർ മൗലവിനെ വിളിക്കുന്നു. നിങ്ങൾ സുന്നിന്ന് മുജാഹിദിലേക്ക് വരാനല്ലേ ഞങ്ങളെ ക്ഷണിക്കുന്നത്? ഞങ്ങൾ അങ്ങ് വരുമ്പോൾ അവിടെ ഇതിനേക്കാളും കസറയിലിപ്പോ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കേട്ടോളെ. പരശുരാമന്റേതു കഥയെങ്കിൽ ദക്ഷിണ, കേരളം നിന്റേതു മാത്രമല്ലേ ഗുരോ. ആരെയും വിളിച്ചേ ഗുരോന്ന്? മരിച്ച ഉമർ മൗലവിനെ വിളിച്ചേ ഗുരോ. ഇതെന്താ പറയുന്നത്? പരശുരാമന്റേതു കഥയെങ്കിൽ ദക്ഷിണ, കേരളം നിന്റേതു മാത്രമല്ലേ ഗുരോ. അപ്പൊ പരശുരാമന്റെ കഥ, പിന്നെ കേരളം ആരതാ? അത് ഉമർ മൗലവിൻ്റെത്. ഗുരോ എന്ന് പറയുന്നതിന്റെ അറബിയാണ് ഷെയ്ഖേ എന്ന് പറയുന്നത്. ഞങ്ങൾ ഷെയ്ഖേ എന്ന് വിളിച്ചാൽ ശിർക്ക്, ഗുരോ എന്ന് മലയാളത്തിൽ വിളിച്ചാൽ തൗഹീദ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഇതിന് പറയാം, പിന്നെ മൂപ്പർക്ക് എന്താ ഉള്ളത് അറിയോ? പരാശ്രയം കൂടാതെയുള്ള നിൻ യാത്രയിൽ പൈസയില്ലാതെ വിഷമിച്ചത് എത്രയോ. ഉമർ മൗലവിനോട് പറയാണ്, ഇത് നിങ്ങൾ പരാശ്രയില്ലാത്ത ആളാണ്. അള്ളാന്റെ സിഫത്താണല്ലോ അല്ലാഹു സമദ്. അള്ളാഹ് വേറെ ആരോടും ആശ്രയമില്ലാത്തവനാണ്. അള്ളാഹുവിലേക്കെല്ലാം ആശ്രയിക്കുന്നു. അതെന്നെ പിന്നെ പറയുന്നത് പരാശ്രയില്ലാത്ത ആളാണ് ഉമർ മൗലവി. പിന്നെ പറയുന്നത് എന്താണ്?
സ്വർഗലോകം മൂപ്പന്റെ കൈയിന്റെ ഉള്ളിലാ. സുന്നികളെല്ലാം കുടുങ്ങി തന്നെ കേട്ടോളി. സ്വർലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ എങ്ങനെയങ്ങു സമ്പാദിച്ചു ഭൂമിയെ. മൂപ്പര് സ്വർഗലോകം കൈക്കുള്ളിലാക്കിയിട്ട് ഇങ്ങനെ ജീവിക്കാണ്. മൂപ്പരെ കൈയിന്റെ ഉള്ളിലാണ് സ്വർഗം. സുന്നികൾ കുടുങ്ങി തന്നെ. വാച്ച്മാനായിട്ടുണ്ടാവും ഈ സെൽഫിയ. അപ്പൊ കുടുങ്ങി തന്നെയല്ലേ നമ്മള്. അപ്പോ അതാണ് അൽ ഇസ്ലാഹ് മാസിക 2000 ഏപ്രിൽ. ഇനി ഇവരെ മൗലിദുണ്ട്, അത് ഞാനിപ്പോ പ്രസിദ്ധീകരിക്കുന്നില്ല, അത് പിന്നെ കൊടുക്കാം. മൗലിദിൽ പിന്നെ ഉമർ മൗലവിനെ വിളിച്ചിട്ട് പ്രാർത്ഥനയുണ്ട്. അതിന്റെ പുറമെ ഉമർ മൗലവി ലോകത്ത് ഒരു തെറ്റ് ചെയ്യാത്ത ആളാന്ന് പറയുന്നുണ്ട്. ഇബ്രാഹിം നബിനെ പോലത്തെ ആളാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയെ പോലത്തെ ആളാണ് ഉമർ മൗലവീന മൗലൂദ് പറയുന്നത്. ഇതെല്ലാം വിശ്വസിക്കണില്ലേ ഞങ്ങള്? അയ്യോ, ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ. ഇനി ഞാൻ പറയട്ടെ, ഇതാണ് ഒരു ഫോട്ടോ കോപ്പി. പിന്നൊരു ഫോട്ടോ കോപ്പി എന്താണെന്നറിയോ? മുജാഹിദ് സ്ത്രീ ഖതീബ് ബലാത്സംഗം, ഇതിന്റെ ഫോട്ടോ കോപ്പിയാ. അതെന്താ സംഭവം? ഞാൻ പ്രസംഗത്തിൽ കിടക്കുന്നതിന് മുമ്പ് ഇതൊന്നും ആദ്യം പറയാം നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി. ഇതിലൊന്ന്, സ്ത്രീകൾ പള്ളിയിൽ പോലും നിർബന്ധമാണെന്ന് മുജാഹിദിന്റെ നേതാവ് MCC അഹമ്മദ് മൗലവി പറയുന്നു. മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പുസ്തകം, അതിന്റെ ഫോട്ടോ കോപ്പിയാണ് ഒന്ന്. പോലെ നിർബന്ധമാണ്, പോകുന്നില്ലെങ്കിൽ അടിച്ചു പറഞ്ഞേക്കണമെന്നാ പള്ളിയിലേക്ക് പെണ്ണുങ്ങളെ.